പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മരിയൻ സമർപ്പണ കുറേ ധ്യാനം കേട്ടിട്ടുണ്ട്. അഭിഷേകാഗ്നി, മരിയൻ സമർപ്പണ ധ്യാനം എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ പറ. പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് സമർപ്പിക്കും? അപ്പള, ഓറഞ്ചാ, കാഴ്ചവെപ്പിന് നോക്കണമല്ലേ? എന്താ സമർപ്പിക്കണ? ആരെ? നിങ്ങളെ? എപ്പാ? ആര് സമർപ്പിച്ചെന്ന്? അതാണ് എൻ്റെ ചോദ്യം. എന്താണ് ഈ സമർപ്പണം? ആർക്ക്? മാതാവിന് സമർപ്പിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് എന്തിനാണ് ഈശോയ്ക്ക് എന്തിനാ നമ്മളെ? പറ പറ പറ. ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു, മാതാവിന് സമർപ്പിച്ചു, അതുകൊണ്ട് അവർക്കെന്ത് കാര്യം? അവർക്കും ആവശ്യത്തിന് മാലാഖമാരൊക്കെ ഇല്ലേ? നമ്മൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പാകതിക്ക് നമ്മുടെ പരിപാടിക്ക് പോവില്ലേ? പറ, സത്യം പറ, നോണ പറയരുത്, നോണ പറയരുത്. ഞാൻ പറയണ എന്താണ് ഉദ്ദേശിക്കണത് ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ? പറ, നോക്കി പേടിപ്പിക്കല്ലേ. എന്താ സമർപ്പണം എന്ന് പറ, എന്നിട്ടേ മുന്നോട്ട് പോകുള്ളൂ. പറ. ഞാൻ ചോദിക്കണത് സമർപ്പിച്ച് ആർക്ക് സമർപ്പിച്ചു? മാതാവിന് സമർപ്പിച്ചു. അപ്പോൾ ഈശോയ്ക്ക് കിട്ടും എന്നാണ് പറയണത്. സമ്മതിച്ച്. എന്തിനാണ് നമ്മൾ മാതാവിന് സമർപ്പിക്കണത്? ആണ് എൻ്റെ ചോദ്യം. എന്ത് കാര്യമുണ്ട്? നിങ്ങൾ സഭാവിരുദ്ധമായി പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാ? ഞാനതിലേക്ക് വരാ. കുത്തി ചോദിക്കുക. ഈ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അയാൾ ആപ്പിൾ വീണ് നീരെന്ന് വെച്ചെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. എന്തുകൊണ്ട് ആപ്പിൾ വീണു എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം വലിയ ബുദ്ധിമാനായത്, ശാസ്ത്രജ്ഞനായത്, ഇല്ലേ? അതുപോലെ മരിയൻ സമർപ്പണം എന്തിന് എന്ന് ചോദിച്ചേ, അപ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കിയേ, അപ്പോൾ നമ്മളൊരു ജീവിത വ്യത്യാസം ഉണ്ടാവും. അല്ലാണ്ട് മരിയൻ സമർപ്പണം തെറ്റാണെന്നല്ലാണ്ട് ഈ പറഞ്ഞത്, കേട്ടാ. അപ്പം എന്തിനാണ് മാതാവിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത്? പറ. ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് കാര്യം. എന്തിനായിരിക്കും? ഈശോയ്ക്ക് എന്തിനാണ് നമ്മളത്ര? ഈശോ ദൈവമല്ലേ, മാതാവ് പരിശുദ്ധ അമ്മയല്ലേ? അത്രയും സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് വല്ലവർക്കും ഉണ്ടാ? പറ. പിന്നെന്തിനാണ് നമ്മളവർക്ക്? നമ്മളൊരു ജോലിക്ക് ഒരാളെടുക്കുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡ് നോക്കിയൊക്കെ എടുക്കുള്ളൂ. നമ്മളെ എന്തിനാണ് മാതാവിന് സമർപ്പിക്കണത്? ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനകത്തുണ്ട്, ഈ പറഞ്ഞതിലുണ്ട്. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണം. അതുകൊണ്ട് എന്തിനാണ്? കാര്യങ്ങളുണ്ട്, നിങ്ങളൊക്കെ അറിയാവുന്ന ഇതൊക്കെ ഞാൻ ചകഞ്ഞെടുക്കണേ. മാനുഷികമായ കഴിവുകൊണ്ട് സാധിക്കൂല. അപ്പം സഹായി പരിശുദ്ധ അമ്മ. ഓക്കെ, അമ്മ മാതാവ് സഹായിക്കും. എന്നിട്ട് നമ്മൾ സമർപ്പിച്ച്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടാനായിട്ട് ഇപ്പോൾ സമർപ്പണം വേണോ? പറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? മരിയൻ സമർപ്പണം, മാതാവിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു. അതുകൊണ്ട് മാതാവിനോ ഈശോയ്ക്കോ അല്ല ഗുണം, മറിച്ച് ആർക്കാ ഗുണം? നമുക്കാ ഗുണം. ആ ഗുണം എന്താ? അതാണ് ഈ പറഞ്ഞത്. ഈശോ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് മാനുഷികമായിട്ട് പറ്റുമോ? അപ്പോൾ മാതാവ് എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് ഏറ്റെടുക്കും. സമർപ്പിച്ചാലേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, കൊടുത്താലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിനും മാതാവിനും എന്തെങ്കിലും കിട്ടിയെന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും, നവീകരിക്കപ്പെടും, അനുഗ്രഹീതമാവും. ക്ലിയറാണ്. കാരണം നമുക്കാണ് ബുദ്ധി, ദൈവത്തിനാണ് ബുദ്ധി? ഇപ്പം പറ, നമുക്കാണ് ബുദ്ധി കൂടുതൽ, ദൈവത്തിനാണ് ബുദ്ധി കൂടുതൽ? ഉറപ്പിക്കും. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രശ്നമോ സങ്കടമോ വിഷമോ ഒക്കെ വരുമ്പോൾ ആരോടാണ് അഭിപ്രായം ചോദിക്കാൻ പോണത്? ദൈവം നിൽക്കട്ടെ. സിമ്പിൾ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പറ, മനുഷ്യരോട് ചോദിക്കുകയാണ്. നിൽക്കുക, സിമ്പിൾ. നമ്മുടെ ഈ ലോകത്തിൽ ചിന്തിച്ചേ. ലോക ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിഷമം വന്ന്, മീൻസ് വിഷമമല്ല, ഒരു സംശയം വന്ന്, ഇതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പം ആരോട് ചോദിക്കും? അമ്മനെ വിടാൻ, മാതാവിനെ വിട്, ഈശോനെ വിട്. ഈ ലോകത്തിലെ കാര്യം പറ. അതായത് നമ്മുടെ കൊച്ചിനോട് ചോദിക്കോ? ചോദിക്കണം. എന്താണെന്ന് മനസ്സിലായ? നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാനാവുക നമ്മളെയൊക്കെ ചെറിയവരെയല്ല, നമ്മേക്കാൾ ബുദ്ധിയുള്ളവരുടെ അഭിപ്രായം ചോദിക്കുള്ളൂ. ശരിയാണോ? മനസ്സിലായ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ബുദ്ധിയുള്ള ആൾക്കാരോട് ചോദിക്കണ്ടേ? കറക്റ്റായിട്ട് ഈ ജീവിതം പെർഫെക്റ്റായിട്ട് ഭംഗിയായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിതം തന്നവരോട് ചോദിക്കണ്ടേ? അതാരോ? നമ്മൾ സൃഷ്ടിച്ചതാരാ? പറ. അല്ലേ? ആ ദൈവത്തോടല്ല ചോദിക്കേണ്ടത് ഈ ജീവിതം എങ്ങനെ പോകണമെന്നുള്ളത്. നാട്ടുകാരോട് ചോദിച്ചിട്ട് തലകുത്തി നടന്നിട്ട് വല്ല കാര്യമുണ്ടാ? ഇതെല്ലാം നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇല്ല. നമ്മുടെ പല പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടി അപ്പുറത്തെ വീട്ടുകാരനോട് ഇപ്പുറത്തെ വീട്ടുകാരോട് ചോദിക്കും. എന്നിട്ട് ഇതെല്ലാം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ ആരുടെ അടുത്ത് വരും?
മാതാവേ വല്ലാർവടത്തമ്മേ ഓക്കെ. നമ്മുടെ ഈ സമർപ്പണം എന്ന് പറയുന്നത് മാതാവിനോ ഈശോയ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. നമ്മുടെ ജീവിതം എന്താണോ ദൈവം ആഗ്രഹിച്ചു ആ വിധത്തിലാകാനാ. മനസ്സിലായ? അതായത് നമ്മൾ സൃഷ്ടിച്ചതാരാ? സിമ്പിൾ പറ ഉറപ്പല്ലേ? ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചെങ്കിൽ നമ്മളിങ്ങനെ നശിച്ചു കിടക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചേക്കണത്? അല്ല, പിന്നെന്തിനാണ്? നല്ലൊരു ജീവിതം. അതാണ് പറഞ്ഞത്, നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ളത്. അത് ആരുടെ പദ്ധതിയാ? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര സംഭവം. പക്ഷെ നമ്മളിങ്ങനെ സംഭവം അല്ലാതെ ജീവിക്കുന്ന കാര്യം എന്താ? ദൈവം പദ്ധതി ഒരുക്കാവുന്നതുകൊണ്ടാണ്? ദൈവം ഇങ്ങനെ നശിപ്പിച്ചുണ്ടാക്കി വെച്ചതുകൊണ്ടാണ്? ഇല്ല. ഓൾറെഡി നമ്മളെക്കുറിച്ച് നല്ല പദ്ധതി, നല്ല പ്ലാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? അത് നോക്കൂല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട് പണിയാൻ പണി അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ലോൺ എടുക്കും. അതല്ല, ലോൺ എടുക്കണ്ടേ. ആദ്യം എന്ത് ചെയ്യും? പ്ലാൻ ഉണ്ടാക്കും. ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് ആരാൻ? നമ്മളങ്ങോട്ട് ഇരുന്ന് വരക്കോ? നമ്മളിരുന്ന് വരക്കോ? ഇല്ല. പിന്നെ ആര് വരക്കും? അത് കഴിവുള്ളവൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ലോകത്തിൽ പോലും നമ്മളെക്കാൾ ബുദ്ധിയും കഴിവുള്ള ആൾക്കാരുടെ അടുത്ത് പോകുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും. ഇത് നോക്ക്, പെടലേൻ എടുക്കണല്ലേ, തിരികെ നീങ്ങിയിരുന്നോണേ. അപ്പോൾ പറഞ്ഞേക്ക്, നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ വീട് പണിയാൻ പണിയാൻ, ഒരു ഉദാഹരണം പറഞ്ഞേ, വീട് പണിയാൻ പണിയാൻ കേട്ടാ. അപ്പോൾ വീട് പണിയാൻ പോകുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പല ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ ബാത്റൂം, ഈ സൈഡിൽ ഇത്, അങ്ങനെയൊക്കെ നമുക്ക് പ്ലാനുണ്ട്. ഇവിടെ ഒരു ചെടി, വീടിൻ്റെ നടുക്ക് തന്നെ ഒരു മരം. ആളോട് പോയി പറയും, എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് പറ്റുന്ന പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു പ്ലാൻ വരച്ചു തരാൻ പറയും. വരച്ചു തരുമോ? ആ പ്ലാൻ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് പുഴുങ്ങി തിന്നോ? അത് കൊണ്ടുപോയിട്ട് പാസ്സാക്കാൻ കൊടുക്കും. അപ്പം അതിലും മികച്ച ഒരാളുടെ അടുത്ത് പോയി പഞ്ചായത്തിലൊക്കെ പോയിട്ട് പാസ്സാക്കി അത് ഓക്കേക്ക് വരും. എന്നിട്ട് പാസ്സാക്കിയ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നാളെ കൽപ്പണിക്കാരനെ വിളിക്കും, തുടങ്ങിക്കോ, ഇതിവിടെ ഇരിപ്പുണ്ട്. ഇത് നോക്കിയാണ് ചെയ്യാമണ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെയാണ്? ഇത് നോക്കി ഈ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് വെക്കണം. ശരിയാണല്ലേ? എന്നിട്ട് ഈ പണി തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇത് ഇത്തിരി കൂടി അങ്ങോട്ട് ആക്കിയാല. അപ്പം എന്ത് ചെയ്യും? നമുക്ക് തോന്നിയ പോലെ ചെയ്യൂല. അയാൾ വിളിക്കും, ഇതിങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാ? അപ്പം അയാൾ പറയണേ, ആ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി ആക്കിക്കോ. നമ്മൾ കറക്റ്റ് ചെയ്ത് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യണത്. ശരിയാണോ? ഞാൻ ചോദിക്കണത് ഇത്രയേ ഉള്ളൂ, നമ്മളെ സൃഷ്ടിച്ചത് ആരാ? ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് സൃഷ്ടിച്ചത്? അല്ല, അനുഗ്രഹമായിട്ട് സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിനെ സൃഷ്ടിക്കുമ്പോഴേ നമ്മൾ എന്തായിത്തീരണം, എങ്ങനെ ആയിത്തീരണമെന്ന് പ്ലാൻ ഉണ്ടോ ഇല്ലയോ? പറ. ഉണ്ടല്ല. ആ പ്ലാൻ അനുസരിച്ച് പോയാൽ നമ്മൾ സൂപ്പറാകുമോ? ആ പ്ലാൻ എവിടെ ഇരിപ്പുണ്ട്? പറ, എവിടെ ഇരിപ്പുണ്ട്? എവിടെ? അതെ, ഇവിടെ ഇരിപ്പുണ്ട്. ആ പ്ലാൻ എവിടെ ഇരിപ്പുണ്ട്? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഇവിടെ ഉണ്ട്. എവിടെ ഇരിപ്പുണ്ട്? എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഉറക്കെ പറ. ബൈബിൾ എന്ന് പറഞ്ഞ എന്താ സാധനം? വീട്ടിലില്ലേ? അതെന്താണ് ബൈബിള്? ദൈവം നമ്മെക്കുറിച്ച് ഉള്ള പദ്ധതി എഴുതി തന്നേക്കണാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നതാ. അവിടെ ഇരിപ്പുണ്ട്. വീട്ടിലുണ്ടല്ല, റേഷൻ കാർഡ് വെക്കാനായിട്ട് വെച്ചേക്കണം. കടയിൽ പോയി വരുമ്പോൾ ബാക്കി ബില്ല്, ഞാൻ വഞ്ചിരിക്കാൻ പോയതാണേ, കുറെ ബില്ലൊക്കെ ഇരിക്കണം ബൈബിൾ. അതാവുമ്പേ ബൈബിളിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ലെന്ന് പേടിയാണെന്ന്. ബൈബിളിൽ വെച്ചാലേ ആരും എടുത്തുകൊണ്ട് പോകില്ലെന്ന്. അപ്പോ ഈ ബൈബിളില് ദൈവം വെളിപ്പെടുത്തി തന്നതാ. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിൾ എഴുതിയത് എത്ര നൂറ്റാണ്ട് മുമ്പാണ്? 3000 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആണോ? അന്നൊട്ട് എഴുതപ്പെട്ട, പലരായിട്ട് എഴുതപ്പെട്ടിട്ടും ഇന്നും ബൈബിൾ നിലനിൽക്കണ്ട. ഇന്നും ആ ബൈബിളും ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ ചെയ്തത് ബൈബിളല്ലേ? ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് ബൈബിളല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചതും ബൈബിളല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാരെ മാനസാന്തരപ്പെടുത്തിയതും ബൈബിളല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അത് ദൈവത്തിൻ്റെ സ്വരമാണ്. അത് നമ്മളോട് സംസാരിക്കുന്നതാ. നമ്മൾ ഒരു ദിവസം ഒരു സങ്കടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ ഓർക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു വചനം കിട്ടും. അത് നമുക്ക് കറക്റ്റ് ഉത്തരവാണ്. സത്യം പറ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 78 നൂറ്റാണ്ടുകളായി, പക്ഷെ ഇന്നും ആ ദൈവം സംസാരിക്കുന്നതാ. നമ്മളോട് പറയണ, നീ ഈ വഴിക്ക് പോ എന്ന് ഓരോ ദിവസവും പറയുന്ന പ്ലാനാണത്. ആ പ്ലാൻ അനുസരിച്ചാണ് നാം നടക്കണത്. പറ. എന്നിട്ട് കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് പിന്നെ വല്ലാർവടത്തമ്മേ ഞാൻ വീണ് എന്നെ ഒന്ന് രക്ഷിക്ക്. അപ്പോൾ വല്ലാർവടത്തമ്മ എന്ത് ചെയ്യും? പിന്നെയും പിടിച്ച് കയറ്റി ശരിയാക്കി തരും. അതൊരു പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? സത്യം പറ, അങ്ങനെയല്ലേ നമ്മുടെ പോക്ക്. ഒരു പ്രശ്നം വരുമ്പോൾ പോയി കൈകാലം പിടിച്ച് നൊവേനും ധ്യാനവും കൂടി ശരിയാക്കി എടുക്കും. നൊവേനും ധ്യാനവും കൂടി കഴിയുമ്പോൾ സംഗതി ഒന്ന് ട്രാക്കാവൂലേ? അത് ശരിയല്ലേ? ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെയും പ്ലക്കേ. ശരിയാണ്? ഇത് തന്നെ ഈ സർക്കസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതാണ് സമർപ്പണം.
ഇവിടെ സമർപ്പണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? എൻ്റെ ദൈവം എന്നെ സൃഷ്ടിക്കാൻ അവന് കഴിവുണ്ടെങ്കിൽ അവനറിയാം എൻ്റെ ജീവിതം അനുഗ്രഹമാക്കാനും. അങ്ങനെ അനുഗ്രഹമാക്കാൻ കഴിയുന്നവനെ ജീവിതം കൂടെ വെച്ചുകൊട്. രണ്ട് കണ്ട നാട്ടുകാരുടെ അടുത്തല്ല പോയി അഭിപ്രായം ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ല പുണ്യം, നമ്മുടെ ജീവിതമാണ് അനുഗ്രഹമാണത്. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിച്ച പോലെ അനുഗ്രഹമായി ജീവിക്കുമ്പോ, നമ്മുടെ ആ വിശുദ്ധമായ ജീവിതം കാണുമ്പോൾ ആര് മഹത്വപ്പെടും? അതാണ് നമ്മുടെ ജീവിതം. പിടികിട്ടിയ? അല്ലാണ്ട് നമ്മുടെ ഈ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവം മഹത്വപ്പെടണ്ട. സത്യം പറ, നമ്മുടെ ജീവിതം കണ്ടിട്ട്, ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടിട്ട് ഏതെങ്കിലും ഒരുത്തം വന്നുണ്ട് ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത് ശരിയാക്കുക. സമർപ്പണം എന്ന് പറയണത് കർത്താവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണേ. ഞാൻ പൊട്ടനാണ്, എനിക്ക് ബുദ്ധിയില്ല, എനിക്കിതൊന്നും മനസ്സിലാകണില്ല, അപ്പൊ അങ്ങൊന്ന് ശരിയാക്കി താ. ഇതാണ് സമർപ്പണം. ആണല്ലേ? ഇനി അത് വേണോ വേണ്ടേ? അപ്പൊ ലാഭം ആർക്കാ? മാതാവിനെ നമുക്കാ. ഇനി മാതാവ് നമ്മുടെ പുറകെ നടന്ന് മോളെ നിന്റെ ജീവിതം എനിക്ക് താ, ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ പുറകെ ഇറങ്ങണതിന്റെ കാര്യം എന്താ? നിങ്ങൾ ഈ പൊട്ടത്തരം കാണിച്ചിട്ട് നടക്കും. ഇനി വീട്ടിൽ പിള്ളേരുണ്ടല്ലോ കുരുത്തക്കട കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയും? ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിയില്ലല്ല. അത് തന്നെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിയാണല്ലേ? ഏത് നേരവും ഈ മണ്ടത്തരം നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുങ്ങളെ കൊണ്ട് തോറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അമ്മ പുറകെ നടന്ന് നമ്മുടെ പാഴാകുന്ന ജീവിതം ശരിയാക്കാൻ വേണ്ടി നടക്കണേ. ലക്ഷ്മി കടലിൽ പോയി. അത് ഭൗതികമായ അപകടമായിട്ട് കാണണ്ട. കടലിൽ പോയി വീണുപോയി. അപ്പൊ അമ്മ അവിടെ ഇറങ്ങി വന്നിട്ട് രക്ഷിക്കണേ. അത് ഭൗതികമായൊരു അപകടമല്ലേ? അതല്ലല്ല, ആത്മീയമായിട്ട് ഇതിലോ എത്രയോ വലിയ നടുക്കടലിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കണത്, നരകത്തിന്റെ നടുക്കടലിലേക്ക്. അപ്പൊ അമ്മ മാതാവിനൊരു സ്വസ്ഥത ഉണ്ടാ. അപ്പോൾ വേഗം കയറി പിടിക്കണേ. അപ്പോൾ ഈ മരിയൻ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അമ്മയുടെ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ പദ്ധതി ശരിക്കും ഗ്രഹിച്ചതാരാ? പരിശുദ്ധമ്മയല്ലേ? അപ്പൊ അമ്മയ്ക്ക് അറിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മ നമ്മളെ നയിക്കും. അതാണ് എൻ്റെ സംഭവം. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചുതരാം. ഈശോ ആരാ? ബോറടിച്ച പറ. കഴിഞ്ഞ ആഴ്ച പിതാവിൻ്റെ കൂടെ ഒരു പരിപാടിയുണ്ട് അരമനയിൽ. അപ്പോൾ പിതാവ് കൊച്ചുപിതാവ് വലിയ പിതാവിനോട് പറഞ്ഞ കസേര കയറി എന്നാണ് പ്രസംഗിക്കണത് തന്നെ. ഇനിയിപ്പോൾ അത് തെറ്റിക്കണ്ടല്ല. കേക്ക് ഈ ഈശോ ആരാ? ദൈവമാണ്. ശ്രദ്ധിക്കണം കേട്ടാ, ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ കാര്യം മനസ്സിലാക്കാം. ബോറടിച്ച ഈശോ ദൈവമാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? നമ്മൾ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എങ്ങനെ രക്ഷിച്ചു? പറ. കുരിശിൽ ഏറി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ വന്നത് എന്തിന്? മരിക്കാൻ. ആണല്ലേ? ഈശോക്ക് ഉറപ്പല്ലേ നമ്മളെ രക്ഷിക്കാനോ വന്നേന്ന്? അങ്ങനെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? കുരിശിൽ കയറണമെന്ന് ആർക്കറിയാം? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ജനിച്ചത് എന്തിനാ? ജീവിക്കാൻ. ശരിയല്ലേ? നമ്മളൊക്കെ ജനിച്ചത് എന്തിനാ? ജീവിച്ചിട്ടും തീർന്നിട്ടുണ്ടാ? ഇരിക്കണ ഭൂരിപക്ഷം ഞാൻ ഒഴിച്ച് കെക്ക CC അടഞ്ഞ് തീർന്നിരിക്കണേ. എന്നിട്ട് ഇനിയും ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെന്തിനാ? ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസമാണ്. ശരിയല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ജീവിക്കേണ്ടതല്ല നീ പറഞ്ഞ. ഈശോ വന്നത് എന്തിനാ? മരിക്കാനാ. സത്യം പറഞ്ഞാൽ മരിക്കാനാ. കാരണം എന്താ? മരിക്കുന്ന ഉറപ്പോടെ വന്നത്. ഇതെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. എല്ലാം ഇപ്പോഴും അറിയാമായിരുന്നു. നല്ല ബോധം ഉണ്ടായിരുന്നു. ആണല്ല? ആ കർത്താവ് ഒരിടത്ത് വെച്ച് ഒന്നിടറി. എവിടെയെന്നറിയാമോ? ഗെത്സമനി തൊട്ടിയത്. എന്താ പറഞ്ഞത്? ഞാൻ മരിക്കാൻ വന്നേണെന്ന് ഇതിനു മുമ്പ് 3 പ്രാവശ്യമാരോട് പറഞ്ഞു. ഞാൻ പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞതാ. എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഈ കർത്താവ് തന്നെ ഗെത്സമനിൽ നിന്നപ്പോൾ പറഞ്ഞതാണ് കഴിയുമെങ്കിൽ ഒന്ന് മാറ്റിത്തരാൻ. ഈശോയ്ക്ക് പറ്റി അല്ലേ? പക്ഷെ അടുത്ത സെക്കൻഡിൽ ഈശോ എന്ത് ചെയ്ത്? അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രാക്ക് മാറി, ഈശോ പോലും ഒന്ന് മാറി ഒരു സെക്കൻഡ്. എന്നിട്ട് കർത്താവ് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ ട്രാക്കിലേക്ക് വന്നു. കാരണം എന്താണെന്നറിയോ? നമ്മളെപ്പോലെ അല്ല ഈശോ. നമ്മളെക്കാളും ബുദ്ധി ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളല്ല ശരി, ദൈവത്തിന്റെ ഇഷ്ടമാണ് ശരിയെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ പറഞ്ഞു വേണ്ട, എടുത്തോ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഈ ഒരു വിവേകം ഉണ്ടല്ല, ഈ ഒരു സുബോധം ഉണ്ടല്ല, എൻ്റെ ബുദ്ധിയേക്കാൾ അപ്പുറം എൻ്റെ ദൈവത്തിന്റെ ബുദ്ധിയാണെന്നുള്ള ആ വിവേകം, സുബോധം കിട്ടിയ നമ്മുടെ ജീവിതം സമർപ്പിക്കാതിരിക്കൂല്ലേ? പറ. ഇത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ സമർപ്പണത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം, എന്തിനു സമർപ്പിക്കുന്നു? എൻ്റെ ജീവിതം അനുഗ്രഹമായ ഒരു ജീവിതമാണ് ദൈവം തന്നേക്കുന്നത്. അത് അനുഗ്രഹമായി തന്നെ തീരാൻ നമുക്ക് കുറവുണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് അത്രയും ബുദ്ധിയില്ല, ഞാനും ഇല്ല ഗ്രഹിക്കുക. അപ്പോൾ അമ്മ മാതാവിന് കൊടുക്കണേ. അമ്മ മാതാവ്. ഇനി അപ്പൊ ഈശോന്റെ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈശോ മരിച്ചതുകൊണ്ടല്ലേ അനുഗ്രഹമായത്? അപ്പൊ ഈശോയുടെ ഇഷ്ടം എന്തായിരുന്നു? ഇതൊന്ന് മാറി കുറച്ചാളും കൂടി സുഖിച്ചു നടന്നാൽ കൊള്ളായിരുന്നു. അല്ല, അതല്ല പറഞ്ഞത്. കഴിയുമെങ്കിൽ ഒന്ന് മാറ്റി തന്ന്.
അപ്പോൾ ആ ഹിതം നിറവേറിച്ചെങ്കിൽ വല്ലതും നടക്കുമായിരുന്ന. ഇനി അടുത്ത ആൾ പിടി, മാതാവിനെ പിടിച്ചേ. മാതാവിനോട് മംഗളവാർത്ത പറഞ്ഞേ. ആരാ പറഞ്ഞത്? ഗബ്രിയേൽ. അവിടെ നിൽക്കട്ടെ. ഗബ്രിയേൽ ആരുടെ ദൂതൻ എന്നാ പറഞ്ഞ? ദൈവത്തിൻ്റെ ദൂതൻ. പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് ലെറ്റർ തന്നെ ഉണ്ട്. ആ ലെറ്ററിലുള്ള സന്ദേശം പോസ്റ്റ്മാൻ്റെ ആണ്. ആരുടെയാണ്? അയച്ചവൻ്റെ ഉള്ള. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ദൂതൻ ഗബ്രിയേൽ മാലാക. ഗബ്രിയേൽ മാലാകയുടെ ഹിതമാണ് ആ പറഞ്ഞത്. ആരുടെ ഹിതം? ദൈവത്തിൻ്റെ ദൂതാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം മംഗളവാർത്ത എന്നാ പറയണ. എന്ത് വാർത്ത? അതിൻ്റെ അർത്ഥം എന്താ? സന്തോഷ വാർത്ത. മംഗളവാർത്ത ആരോട് പറയണു? അപ്പം മാതാവ് എന്താ പറഞ്ഞത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞെന്താന്ന് പറ. അതിനു മുമ്പ് പറഞ്ഞുണ്ട്, അവൾ വളരെയേറെ. ഞാൻ ചോദിക്കട്ടെ, ഇത് മംഗളവാർത്തയല്ലേ? അതും നമ്മൾ നാട്ടുകാർ സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അതുപോട്ടെ, ഇത് പറ്റിക്കുന്ന ആളാണ് പറഞ്ഞത്. ദൈവം തമ്പരാൻ വന്നിട്ട് മംഗളവാർത്ത പറഞ്ഞേ, സന്തോഷകരമായ വാർത്ത അമ്മ മാതാവിനോട് പറഞ്ഞു. അപ്പം അമ്മ എങ്ങനെയാണ് അത് എടുത്തത്? ഇതെങ്ങനെ? എന്തവസ്ഥയാണ്? ഇപ്പൊ മാതാവ് ഭയങ്കര സംഭവമാണെന്നാണ് അമ്മ പറയണ. പക്ഷേ അമ്മ മാതാവിന്റെ ആദ്യത്തെ സെക്കൻഡിലെ മറുപടിയാണിത്. ഇതെങ്ങനെ സംഭവിക്കും? ഈ ഈശോയ്ക്കുണ്ടായിരുന്നു ഗെത്സമൻ തോട്ടത്തില് ഈ ദൈവഹിതം ശരിയാവോ വേണോ വേണ്ടെന്നുള്ളത് അല്ലേ? പക്ഷെ അമ്മയ്ക്കും ഉണ്ടായി. അസ്വസ്ഥയായി എന്ന് പറഞ്ഞ മംഗളവാർത്ത കേട്ടിട്ടെ അസ്വസ്ഥയായിട്ട് അവൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും? അപ്പോ അമ്മ മാതാവ് എന്ത് ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാ പറ. അവിടെയാണ് നമ്മുടെ സമർപ്പണം എങ്ങനെ വേണമെന്നുള്ളത്. ഇവഞ്ചലൈസേഷൻ മീൻസ് എന്നെ മിക്കവാറും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ഇന്ത്യ പൊക്കൂല്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് കാണണ്ടേ. അല്ല ഇരുന്ന് ഉറങ്ങൂ നിങ്ങ എന്തെങ്കിലും പറയണ്ട. അവ കേക്ക്, ഞങ്ങൾ ഒരുമിച്ച് സെമിനാരി കയറിയതാണ്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരി കയറിയപ്പോഴല്ല, ഞങ്ങളുടെ ആദ്യത്തെ റക്ടറാണ് ഇപ്പൊ കുർബാനയില്ലേ പിതാവ്. അപ്പൊ കുറെ അടുത്ത പിതാവും. ഓക്കെ, പ്രവചനമാണ് സംഭവിക്കൂലേ? പിതാവ് കയ്യൊക്കെ മത്തിക്കും. ഓക്കെ, കേക്ക്. അവിടെ പറഞ്ഞു. അപ്പൊ മാതാവിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ സമർപ്പണം ഇതാണ് പ്രിയപ്പെട്ടവരെ. അതായത് മാതാവിന് അസ്വസ്ഥത ഉണ്ടായി. ദൈവഹിതം പറഞ്ഞപ്പോ, മംഗളവാർത്ത പറഞ്ഞപ്പോ മാതാവ് സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? അസ്വസ്ഥ എന്നെ അതാണ് അസ്വസ്ഥപ്പെടുന്നത്. അമ്മ മാതാവ് ഇത്രയും നമ്മൾ ശ്രേഷ്ഠ എന്ന് പറയുന്ന അമ്മ മാതാവ് ദൈവത്തിന്റെ ദൂത് പറഞ്ഞപ്പോ അസ്വസ്ഥയായിന്ന്. അങ്ങനെ നമ്മളും അസ്വസ്ഥപ്പെടൽ തെറ്റണ്ട. നമുക്കും സംശയം ഉണ്ടാകാം, തെറ്റില്ല. പക്ഷേ അമ്മ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് അമ്മയെ ശ്രേഷ്ഠയാക്കി മാറ്റിയത്. അമ്മയും ബലഹീനയായിരുന്നു, അമ്മയും ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അമ്മയ്ക്കും സംശയം ഉണ്ടായി. പക്ഷേ ആ സംശയം നമുക്കും ഉണ്ടായിക്കോട്ടെ, അത് തെറ്റില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അമ്മ എന്ത് ചെയ്ത്? ഇതാ കർത്താവ്, നിങ്ങൾ എല്ലാം ഓടിച്ചാടി പോണെന്തിനാ? ആ വചനം വള്ളി പുള്ളി വിടാതെ അങ്ങോട്ട് തുടർന്ന് വ്യാഖ്യാനിക്കും. ചാടി അങ്ങോട്ട് കയറി. ഇതാ കർത്താവിന്റെ ദാസി. സ്ഥിരം നമ്മ അതാ കേട്ടോ. അമ്മയെക്കുറിച്ച് അതുമാത്രം കേട്ടല്ലോ. പക്ഷെ അതുമാത്രം കേട്ടാൽ പോരാ, അതിനു മുമ്പുള്ള പച്ച സ്ത്രീ, പച്ച മനുഷ്യ എന്ന നിലക്ക് അമ്മയ്ക്കുണ്ടായ ബലഹീനതയും കുറവും കൂടി ധ്യാനിക്കണം. കാരണം നമുക്ക് വേണ്ടിയാണ് അമ്മ മാതൃക തരുന്നത്. അപ്പോൾ അസ്വസ്ഥയായി. ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു? അടുത്ത സെക്കൻഡിൽ പുരുഷനെ അറിയുന്നില്ല, അതും പറഞ്ഞു. പുരുഷനെ അറിയുന്നില്ല എന്ന് ഭയങ്കര ഡയലോഗ്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞു. ഈ സംശയമൊക്കെ പറഞ്ഞിട്ട് അമ്മ എങ്ങനെയാണ് ശ്രേഷ്ഠയായി എന്നുള്ളതാണ് എൻ്റെ റൂട്ട്. അതാണ് സമർപ്പണം. ഇതാ കർത്താവിന്റെ ദാസി അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ സംശയം ഉണ്ടായ ആള് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോഴേ നിങ്ങൾക്ക് തോന്നുള്ളൂ സമർപ്പിക്കണ്ടെങ്കിൽ. അതൊക്കെ നിൽക്കട്ടെ. ഈ അസ്വസ്ഥത, ഈ സംശയം ആരോടാണ് അമ്മ പങ്കുവെച്ചത്? നാട്ടുകാരോടാണ്. ആരോടാ? ദൈവദൂതനോട് തന്നെ, ദൈവത്തോട് തന്നെ ചോദിച്ചു. എന്നിട്ട് ദൈവം സംസാരിച്ചോ ഇല്ലേ? അപ്പോ അമ്മ എന്ത് ചെയ്ത്? കേട്ടു. അതാണ് സമർപ്പണം. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസിന്ന്. പിടികിട്ടിയാ? ശ്രദ്ധിച്ചേ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോ. ഫോട്ടോ എടുക്കണ്ട അയാള്, അതെന്നിട്ട് വൈറലാക്കും അയാള്. ഓക്കെ, നോക്ക്. അതായത് അമ്മ മാതാവിന് മംഗളവാർത്ത കൊടുത്തപ്പോ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടാ. എന്താണ് മരിയൻ സമർപ്പണം എന്നാണ് ഈ പറയാൻ പോണത് കേട്ടാ. അമ്മ മാതാവ് മംഗളവാർത്ത കേട്ടപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മറക്കരുത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി ആരാ ഒരുക്കിയേക്കണ? ദൈവം. ആ പദ്ധതി, അമ്മയെക്കുറിച്ചുള്ള പദ്ധതി ആരാ ഒരുക്കിയേക്കണത്? ദൈവം. ആ പദ്ധതി ദൈവദൂതനിലൂടെ അമ്മയ്ക്ക് വെളിപ്പെടുത്തണേ നമുക്കും ഇതുപോലെ വെളിപ്പെടുത്തി തരും. അപ്പോൾ അമ്മയ്ക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കണം. നീ നിസാരക്കാരത്തിയല്ല, നീ കുഞ്ഞിനെ പ്രസവിക്കും, അവൻ രക്ഷകനാണ്, സംഭവമാണെന്നൊക്കെ ആ ദൈവീക പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തപ്പോ അമ്മയ്ക്ക് അസ്വസ്ഥത ഉണ്ടായി. അമ്മ സംശയിച്ചു. ക്ലിയർ? അപ്പൊ അമ്മ എന്ത് ചെയ്തു?
അയ്യോ ഇത് പറ്റൂല, ദൈവത്തോട് തന്നെ ചോദിക്കാൻ തയ്യാറായി. അപ്പൊ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഇവിടെയാണ് സമർപ്പണം. ഇതിനാണ് ഈ സമർപ്പണ ധ്യാനം. ആ ദൈവത്തിന്റെ ഹിതം നമ്മളെ കുറിച്ചുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയാൽ പോരാ. ഒരു 10 നോവേന ചൊല്ലി, അല്ലാണ്ട് 10 കുർബാന ചൊല്ലി, എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ല, അപ്പൊ ഞാൻ ഇനി പള്ളിയിലേക്കില്ല. അങ്ങനെയല്ല. ആ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കണം, അവനെ കേൾക്കണം, അവന്റെ സ്വരം കേൾക്കാനാകണം. അപ്പോ അമ്മ മാതാവ് എന്ത് ചെയ്ത്? കേട്ടു. എന്തൊക്കെയാ കേട്ടത്? അപ്പോഴാണ് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത്. എന്തൊക്കെ കേട്ട്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണുള്ള മംഗളവാർത്ത. അത് കഴിഞ്ഞിട്ട് സംശയം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങളാണ് കേട്ടത് കേട്ടാ. ഒന്നാമത്തെ കാര്യം, അമ്മേനോട് ഇവർ പറഞ്ഞ്, ദൂതം പറഞ്ഞ്, വന്നി എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അതെന്താ സംഭവം? ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പറ. മനസ്സിലായില്ലേ? വിശ്വാസം വർദ്ധിക്കാൻ എന്താ പറഞ്ഞത്? ഒരു അത്ഭുത സാക്ഷ്യമാണ്. പറ. ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ നൊവേന സെന്ററിലും ധ്യാന കേന്ദ്രത്തിലും നടക്കുന്ന 2 കാര്യങ്ങളാണിത്. ഈ 2 കാര്യങ്ങൾ. ഒന്ന്, അത്ഭുത സാക്ഷ്യം കേൾക്കാറുണ്ടാ? കൺവെൻഷനിൽ, ധ്യാന കേന്ദ്രത്തിൽ, നൊവേനയിൽ. അത് ഈ പെന്തക്കോസ്തോക്കാരന് കുശമ്പുള്ളതിന് നമ്മ എന്ത് ചെയ്യാനാണ്? ദൈവം ചെയ്ത പരിപാടിയാണ്. അമ്മയ്ക്ക് സംശയം ഉണ്ടായപ്പോൾ സംശയം മാറ്റാൻ ആദ്യം കൊടുത്തത് ഒരു അത്ഭുത സാക്ഷ്യമാണ്. അതാണ്. നീ എന്താണ് ഈ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചല്ല ആള്. അപ്പൊ പറഞ്ഞത്, നീ എന്താ വിചാരിച്ചേക്കണ? അവിടെ വരണം, ഇനി ഒരിക്കലും പ്രസവിക്കൂല എന്ന് പറഞ്ഞ് വന്നി എന്ന് എഴുതപ്പെട്ടവള് 6 മാസമായി. പിന്നെയാണ് നിന്റെ കാര്യം. അതായത് ഈ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തിനാ? നീ വിശ്വസിക്കാനാ. നിനക്ക് മാരക രോഗം ഉണ്ടായിരിക്കാം, പക്ഷേ അതിലും വലുത് മാറിയവര് നിന്റെ മുമ്പിൽ നിൽക്കുക കണ്ടില്ലേ? അപ്പൊ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒന്നാമത്തെ കാര്യം. ഓക്കെ. അപ്പോ ഒരു അത്ഭുത സാക്ഷ്യങ്ങൾ, അതാണ് നമ്മൾ വചനം കേൾക്കുന്നത്, വചന ശുശ്രൂഷയ്ക്ക് പോണത്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ധ്യാന കേന്ദ്രങ്ങളിലും നൊവേന കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം അത്ഭുത സാക്ഷ്യം മാത്രമല്ലേ. നമ്മൾ ഈ അത്ഭുത സാക്ഷ്യത്തിന് പുറകെ പോകണേ. കൃപാസനത്തിന്റെ അത്ഭുതങ്ങൾ മാത്രം, എന്നിട്ട് അത് മാത്രം കേട്ടിട്ടുണ്ട് കുറേ പേര് വിമർശിക്കും. പക്ഷെ അവിടെ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ വചന ശുശ്രൂഷ ഉണ്ട്, അവിടെ കുമ്പസാരം ഉണ്ട്, അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അതൊന്നുമില്ല. ഈ അത്ഭുത സാക്ഷ്യം കേട്ടിട്ട് കുശുമ്പൂത്തിയിട്ട് ഇങ്ങനെ നടക്കണേ. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റണ്ട. ഞാൻ ചോദിക്കണത്, ഹൈന്ദവരുൾപ്പെടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണല്ലേ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ. വെറുതെ അങ്ങനെ കുറച്ച് ആൾക്കാരെ കുറച്ച് നാളൊക്കെ പറ്റിക്കാൻ പറ്റും, കുറേ നാൾ പറ്റിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ എത്ര ആളായി? അവിടെ മരിയൻ പ്രദക്ഷിണം ലക്ഷങ്ങളല്ലേ നടന്നു പോണത്. അതെങ്ങനെ പറ്റും? അതെ. അപ്പോ ഞാനത് പറയാനല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്ന് അത്ഭുത സാക്ഷ്യം കൊടുത്തു, രണ്ടാമത് കൊടുത്തെന്താ? വചനം കൊടുത്തു. അടുത്ത എന്താണ് പറഞ്ഞത്? ഈ വന്യയുടെ കാര്യം പറഞ്ഞും എലിസബത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ പറഞ്ഞത്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു വചനം അവിടെ പറഞ്ഞ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഇതാ കർത്താവിന്റെ ദാസി. പേടിച്ചില്ലേ? ഇതാ കർത്താവിന്റെ ദാസി. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. അമ്മ മാതാവിന്റെ സമർപ്പണത്തിന്റെ പിന്നിലുള്ള കഥയാണ് ഈ പറഞ്ഞത്. ഈ സമർപ്പണമല്ല നമ്മ നടത്തേണ്ടത്. നമ്മോട് ദൈവം പറഞ്ഞു തരുന്നുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല, അത് ക്ഷേമത്തിനാ. ആ പദ്ധതി നിനക്കായി വചനത്തിലൂടെ വെളിപ്പെടുത്തി തരാൻ ദൈവം തയ്യാറാ, നിന്നോട് സംസാരിക്കാൻ തയ്യാറാ. അത് നീ കേൾക്കാതെ വഴിതെറ്റി പോയിട്ടുണ്ട് ലോകത്തിലായതുകൊണ്ട്. അപ്പോ ആ ദൈവം നമ്മെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതി, ഈ മംഗളവർത്തമാനം നമുക്ക് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. സ്വാഭാവികം, ഒരു തെറ്റൂല, സംശയം ഉണ്ടായിക്കോട്ടെ. പക്ഷെ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്തിയിരിക്കരുത്. വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, കേൾക്കണം. ഇതിനാണ് ഈ ധ്യാനം. എന്നിട്ട് കർത്താവിനെ കേൾക്കാൻ തയ്യാറാവുമ്പോൾ കർത്താവ് എന്ത് പറയും? ഒരു അത്ഭുത സാക്ഷികളൊക്കെ നമുക്ക് കാണിച്ചു തരും, പിന്നെ വചനം തരും. ആ വചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ ആദ്യം സംശയിച്ച അമ്മ ഈ വചനവും ഈ അത്ഭുത സാക്ഷ്യം കേട്ടിട്ട് ആ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് അമ്മ മാതാവിന് വല്ല നഷ്ടവും ഉണ്ടായോ? വല്ല നഷ്ടം ഉണ്ടായാ? എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിനെ സമർപ്പിക്കണമെങ്കിൽ, അമ്മ മാതാവിനെ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം നിങ്ങളെക്കുറിച്ച് പുതിയതായിട്ടൊരു ശ്രേഷ്ഠ പദ്ധതി ഒന്നും ഉണ്ടാക്കണ്ട, ഓൾറെഡി ഉണ്ട്. അത് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വഴിക്ക് നടന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാ. ശരിയാണോ? ഞാനേ പട്ടമൊക്കെ കിട്ടിയിട്ട് നമ്മുടെ രീതിയിൽ നടക്കണമായിരുന്നു. മനസ്സിലായ? കുറെ ഇതൊക്കെ പറഞ്ഞ് പ്രസംഗമൊക്കെ കഷ്ടപ്പെട്ട് അതൊക്കെ എന്തൊക്കെ നമ്പറായിരുന്നു, ഒന്നും ഏറ്റില്ല. അവസാനം വട്ടാലച്ചനടുത്ത് പോയി ധ്യാനിച്ച്. അപ്പം എന്തൊക്കെയോ കത്തി എവിടെയൊക്കെ.
പിന്നെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിതാവ് ഇപ്പൊ പറഞ്ഞ കാര്യം എന്തെന്നാണ് പ്രശസ്ത ധ്യാനഗുരു. ഇപ്പൊ ആ പദ്ധതി ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായി. ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ ഒരു അച്ഛനല്ല, ഈശോന്റെ വചനം പ്രഘോഷിക്കാൻ ഉള്ളൊരു ശുശ്രൂഷയാണ് എനിക്ക് തന്നേക്കണത്. അത് തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി. തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ആ ജീവിതത്തിലേക്ക് ജീവിതം കൊടുത്തപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് പറ, എനിക്ക് വല്ല കുഴപ്പമുണ്ടാ? ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയേക്കണ പദ്ധതി ഉണ്ടെന്നേ, അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയതിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചേ ഒന്നിനും കുറവുണ്ടാവില്ല. ഇത് അനുഭവിച്ചിട്ട് പറയണേ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണെന്നറിയോ, സത്യമാണ്. എൻ്റെ ഇടവപ്പള്ളിയിലല്ലേ, ഇടവക്കാരുണ്ടാ നോക്കട്ടെ, കടവന്ത്രയിൽ ഇടവപ്പള്ളിയിൽ 5-8 കൊല്ലം ഒരു പ്രസംഗത്തിന് പോലും എന്നെ വിളിക്കൂലായിരുന്നു. സത്യം, ഒരു പ്രസംഗത്തിന് വിളിക്കൂലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകണ്ടേ, നല്ല വിളിക്കുള്ളു. വിളിക്കൂലായിരുന്നു. ഇപ്പൊ വിചാരിച്ചിട്ട് എല്ലാ പെരുന്നാളിനും വിളിക്കണേ. കഴിഞ്ഞ ആഴ്ച വിളിച്ചു. ഞാൻ വരൂല, എനിക്ക് നാണമാണ്. എല്ലാ കൊല്ലം വേണം, എല്ലാ കൊല്ലം ഞാൻ, എല്ലാ പെരുന്നാളിനും ഞാൻ. നാട്ടുകാരോട് അച്ഛനെ വിളിക്കുന്നു. വ്യത്യാസം വന്ന എവിടെയും എൻ്റെ ഒരു ട്രാക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ടായി. ആ ട്രാക്കിലേക്ക് ഞാൻ കണ്ടെത്തി, അതിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ജീവിതാനുഗ്രഹം. മനസ്സിലായേ? ഇന്നലെ ആരുടെ തിരുനാളായിരുന്നു? ഫ്രാൻസേവർ അല്ലേ? ഫ്രാൻസേവറിൻ്റെ പരിപാടി എന്തായിരുന്നു? അന്ന് മാടമ്പിയായിരുന്നു, ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു, ഭയങ്കര കഴിവുകളൊക്കെ ആയിരുന്നു അല്ലേ? വല്ല ഗുണമുണ്ടായ ആ ഒരു ദിവസം കുതിരപ്പുറത്തുനിന്ന് തലയും കുത്തി വീണ് യുദ്ധത്തിൽ പരിക്ക് പറ്റി. അപ്പോൾ ആശുപത്രി കിടക്കി. അപ്പോൾ നമ്മുടെ ആൾ വന്നു, ആരൻ കൂട്ടുകാരൻ ഇഗ്രീസിലേളോ വന്ന്. ഇതെന്ത് പറഞ്ഞു? എടാ, നീ ഈ ലോകം മുഴുവൻ നേടി, നിനക്കെല്ലാം ഉണ്ടല്ല, നിന്റെ ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ആത്മാവിന് വരെ നീ എന്ത് കൊടുക്കും? അപ്പോഴാണ് കത്തിയത്. ആണാ, ശരിയാണല്ലേ. പുല്ലെന്ത് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയ. എന്നിട്ട് ഇപ്പം എവിടെ കിടപ്പുണ്ട്? എവിടെ? ഗോവയിൽ. എത്ര കൊല്ലമായി? സ്വർഗത്തിലുണ്ട്, അത് പോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ അവിടെയുണ്ട്. ഗോവയിലുണ്ടല്ല. എത്ര കൊല്ലമായി മരിച്ചിട്ട്? 500 കൊല്ലമായി. നിങ്ങൾ മരിച്ച 5 ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും പറ? ശരിയാണാ? 500 കൊല്ലമൊന്ന്, 500 കൊല്ലമായിട്ട് അഴുകപ്പെടാതെ ഗോവയിൽ ഈ ഫ്രാൻസേവറിന്റെ ശരീരം കിടക്കേൻ. ഈ ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ എന്ത് പറയുന്ന വചനത്തിൽ വിശ്വസിച്ച് ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോ ഈ കിടക്കണ കിടപ്പാണ്. അതിനു മുമ്പായിരുന്നെങ്കിലാ പട്ടാളക്കാരനെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയുമായിരുന്ന? സത്യം പറ, ആരെങ്കിലും അറിയുമായിരുന്ന? മാറിയണ്ട, ടെസ്റ്റ് കണ്ട. എല്ലാ വിശുദ്ധന്മാരും എടുത്തു നോക്കുന്നേ, എല്ലാ വിശുദ്ധരും എടുത്തു നോക്കിയേ. അവർ ലോകത്തിന്റെ രീതിയിൽ പോയി, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അറിഞ്ഞ ആ സെക്കൻഡിൽ അവർ ജീവിതം മാറിക്കഴിഞ്ഞപ്പോ അവരിന്ന് അറിയപ്പെടുന്നവരായി. അപ്പോ നമ്മൾക്ക് കർത്താവ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി അമ്മ മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിച്ചത്. അപ്പൊ ഈ മരിയൻ സമർപ്പണം എന്ന് പറയുന്നത് അമ്മ മാതാവിന് എന്തെങ്കിലും കൊടുക്കണതല്ല, നമ്മുടെ ജീവിതത്തെ പെർഫെക്റ്റ് ആക്കുന്നതാ, അനുഗ്രഹമാക്കുന്നതാ, ശ്രേഷ്ഠമാക്കുന്നതാ. അങ്ങനെ നമ്മെക്കുറിച്ച് ദൈവം ഒരുക്കി ഈ മഹത്തായ പദ്ധതി നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുമ്പോൾ നമ്മിലൂടെ ആര് മഹത്വപ്പെടും? ദൈവം മഹത്വപ്പെടും. അതല്ലേ മദർ തെരേസ ആകട്ടെ, വിശുദ്ധരെടുത്ത് നോക്കിയേ, അവരാ വിശുദ്ധമായ ജീവിതം നയിച്ചു കഴിഞ്ഞപ്പോൾ അവരിലൂടെ ദൈവത്തെ അറിയാൻ തുടങ്ങി, ദൈവത്തെ പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് അസീസി പറഞ്ഞത്, നിങ്ങൾ സദാസമയവും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവിൻ, എന്നാൽ ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതെങ്ങനെ പ്രഘോഷിക്കും? സദാസമയവും സുവിശേഷം പ്രസംഗിക്കുക, പക്ഷെ ആവശ്യത്തിന് മാത്രം വാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താണത്? അതാണ് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈശോനെ പ്രഘോഷിക്കാനാവും. നമ്മുടെ ജീവിതം കാണുന്നവർക്ക് തോന്നണം. ഇനി ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വരുന്നത് ബൈബിള്. ആ ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു പറയാമോ? ബുദ്ധി ഉണ്ടാന്ന് നോക്കട്ടെ മരിയൻ സമർപ്പണക്കാർക്ക്. നിങ്ങൾ മാതാവിനെ കുറിച്ച് മാത്രം അറിയുള്ളല്ലോ, ഗാന്ധിജിയെ കുറിച്ച് ഒരു ബന്ധമില്ല. സുവിശേഷത്തിലൊരു ഭാഗം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അഷ്ടസൗഭാഗ്യം, മത്തായി 5, അഷ്ടസൗഭാഗ്യം 5, 6, 7 ഇദ്ദേഹത്തിന് ഭയങ്കര സ്പർശിച്ച ഭാഗമായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ക്രിസ്ത്യാനിയാകേണ്ടതായിരുന്നു. ഇനി അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞിട്ട് ഓടി വരരുത് കേട്ടോ. അദ്ദേഹം ശരിക്കും ക്രിസ്ത്യാനി ആയാനേ. എന്താ ആകാഞ്ഞെന്നറിയും? അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ കിടക്കുമ്പോഴാണ്, അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായില്ല, അപ്പോൾ ഇവിടെ അധികം ഉണ്ടായില്ലല്ല. സൗത്ത് ആഫ്രിക്കയിലുള്ളപ്പോഴാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ ക്രിസ്ത്യാനികളെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, വെറുക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ട ജീവിതങ്ങളാണ് നമ്മളെ കണ്ടിട്ട് ക്രിസ്തുവിനെ വെറുക്കാനിടയാവരുത്. മനസ്സിലായി? അതാണ് അവിടെ സംഭവം. മനസ്സിലായി? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവം ഒരുക്കിയ അനുഗ്രഹമാണ്, അത് മഹത്വത്തിൻ്റെ ജീവിതമാണ്. അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്.
ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു മാതാവിനെ കുറിച്ച്. ജോൺ പോൾ ജപമാല എന്താണ്? ജപമാല എന്താണ്? മരിയ സമർപ്പണത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം ആണ്. എന്താണ് ജപമാല? കുടുംബത്തിലെ വിശുദ്ധ കുർബാന, അതൊക്കെ സംഭവിച്ചു. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്താ. ജോൺ പോൾ മാർപ്പാപ്പ പറയണതേ, ജപമാല എന്നാൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. എന്തു മനോഹര! അതായത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. അതായത് നമ്മൾ നോക്കിയാൽ ജപമാലയുടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാം ദിവരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം മുഴുവനും ആരും? ഈശോന്റെ രഹസ്യങ്ങളല്ലേ? ഈശോയുടെ ദിവ്യ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കണം. ഒന്നാം രഹസ്യം നമുക്ക് ധ്യാനിക്കാം. എന്നിട്ട് നമ്മൾ നന്മ പറഞ്ഞാൽ ചൊല്ലി ഇത് ധ്യാനിക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ശരിക്കും ധ്യാനിച്ചാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ ചൊല്ലി തീർക്കണമെങ്കിൽ നടക്കില്ല. ധ്യാനിക്കാന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നന്മ നിറഞ്ഞ മറിയല്ലേ മാത്രമേ ഉള്ളൂ. ഈ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിയേ അത്ഭുതം ഉണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ടാകും. അല്ലാണ്ട് ചുമ്മാ അതൊക്കെ പറഞ്ഞു ആ ഇൻട്രൊഡക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ രഹസ്യത്തിൻ്റെയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ? ഒന്നാമത്തെ അറിയാം, രണ്ടാമത്തെ അറിയാം, മൂന്നാമത്തെ അറിയാം, നാലാമത്തെ അറിയാം, കാണാപ്പാടം അറിയാം. എന്നിട്ട് എന്തിനാണ് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഇത് പറയണത്? അത് ധ്യാനിക്കണം, അത് ധ്യാനിക്കാനുള്ളതാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാപ്പാടം അറിയാമെങ്കിലും അതിങ്ങനെ പറയണത്. പറഞ്ഞു തന്നെ ചെല്ലണം. കാര്യം ഇത് ധ്യാനിച്ചു നോക്കി. അതാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്, അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ജപമാല. എൻ്റെ അർത്ഥം എന്താ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പൊ ആരുടെ കൂടെയാണ് നിങ്ങൾ? അമ്മയുടെ മടിയിലാണ്. എന്നിട്ട് എന്താണത്? ഈശോന്റെ രഹസ്യം ധ്യാനിക്കുക. അത് നടക്കണം ജപമാലയിൽ. അപ്പൊ നമ്മുടെ സമർപ്പണം ശരിയാവും. അതായത് വചനമല്ലേ ധ്യാനിക്കണത്, വചനത്തിൽ സംഭവിച്ച ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കുക. അതാണ് ധ്യാനിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു നോക്കിയേ. ഇതിപ്പോ എന്താണ്? ഒരു നന്മ പറഞ്ഞ 53 ജപങ്ങൾ 53 പ്രാവശ്യം കൂടി ചൊല്ലി എൻ്റെ കാര്യം നടക്കണേ, എൻ്റെ രോഗം മാറണേ, എൻ്റെ സൗഖ്യം കിട്ടണേ, ഇതൊക്കെ മാറും. എന്ത് ചെയ്യണം? ഈ രഹസ്യം ധ്യാനിച്ചാൽ മതി. അപ്പോഴീ പ്രാർത്ഥനയൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറയണം. അപ്പൊ ഇതങ്ങോട്ട് ധ്യാനിച്ചേക്കുക. ധ്യാനം കഴിയുമ്പോൾ മാതാവിനെ നമ്മൾ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ വ്യത്യാസം വരും. വ്യത്യാസം വരും. ഒരു അനുഭവം പറഞ്ഞുതരാം. ഡാനിയൽ പൂവണ്ണത്തിങ്കലച്ചൻ അറിയോ? ഇത്തിരി പ്രശസ്തനാണെന്ന് തോന്നുന്നു. പൂവണ്ണത്തിലച്ഛൻ്റെ അടുത്തേ അച്ഛൻ ഈ കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ച്. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. ബൈബിൾ പഠനമൊക്കെ നല്ല സൂപ്പറല്ലേ. പുള്ളി വെറുതെ അത്ഭുത സാക്ഷ്യമോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വചനം പഠനം മാത്രമേ ഉള്ളൂ. സ്ട്രിക്ട്ലി വചന പഠനം. അപ്പം ഞാൻ ഒരുപാട് വചനം പഠനം, കോവിഡ് സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം എന്ത് പറ്റി? ഞാൻ ഈ സെമിനാരിയിലായിരുന്നു, സ്പിരിച്വൽ ഫാദർ. അപ്പോൾ സെമിനാരിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ നിത്യാരാധന ചാപ്പലുണ്ടായി. നിത്യാരാധന ചാപ്പലിൽ പോയി ഇരിക്കും, എന്നിട്ട് വചനം കൊടുക്കും, മതബോധന ഗ്രന്ഥം ഇരുന്ന് പഠിക്കലാണ് ഫുൾ ടൈം. രാവിലെ തൊട്ട് ഈ ഓൺലൈനിൽ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ വചന പഠനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുൾ ടൈം വേറെ ഒന്നും ചെയ്യാനില്ല. ദിവ്യാരണ്യ സന്നിധിയിലിരുന്ന് വചനം പഠിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് മാറ്റം ഉണ്ടായത്, വചനം പഠിക്കാനും പ്രഘോഷിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അച്ഛനാ. കാരണം അച്ഛൻ എന്ത് രസമായിട്ടാണ് ആ ബൈബിൾ പഠിപ്പിച്ചത്. സെമിനാരി പഠിച്ചാണ്, ഒരു ഉപകാരം ഉണ്ടായില്ല, തോറ്റുപോയി. പക്ഷേ ഇദ്ദേഹം പഠിപ്പിച്ചപ്പോൾ നല്ല രസം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഇങ്ങനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പറയട്ടെ, ഞാൻ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു പുള്ളിനെ ഇരുത്തിക്കൊണ്ട്. തല്ലിയില്ലെന്നേ ഉള്ളു കേട്ടോ. അതായത് എനിക്ക് ഭയങ്കര ദേഷ്യം. അത്ര ഫാൻ ബോയ് ആയിരുന്നു ഞാൻ പുള്ളിയുടെ. എന്താ സംഭവം അറിയോ? ഇദ്ദേഹം കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ചില്ലേ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബൈബിള് എത്ര നേരം വായിക്കണം? അരമണിക്കൂർ വായിക്കണം. അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന അസാധ്യമായ കാര്യങ്ങൾ കിട്ടിയിരിക്കും. ശരിയല്ലേ? കേട്ടിട്ടില്ലേ? എന്നിട്ട് വായിച്ചവരല്ലേ ഇവിടെ ഇരിക്കണത്. എനിക്കത് കേട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വാചനം വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ നിങ്ങൾ വചനം അരമണിക്കൂറേ വചനം ഒരു ദിവസം വായിച്ചാൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഈ അത്ഭുത സാക്ഷ്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ലായിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ പറയണേ നിന്റെ ഭൗതിക കാര്യങ്ങളൊക്കെ അരമണിക്കൂർ വചനം വായിച്ചാൽ 3 മാസം കഴിയുമ്പോൾ കിട്ടുമെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചേ പാവം നല്ല ബൈബിൾ സ്റ്റഡിയൊക്കെ അല്ലേ, അനുസരിക്കാം. നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നേ, പക്ഷെ നമ്മൾ ആദ്യം അനുസരിക്കണം. അപ്പം ഞാനെന്ത് ചെയ്ത്, ഇദ്ദേഹം പറഞ്ഞത് ഇത്രയും നാൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇതും ശരിയാകണമെന്നല്ല, എന്നാലും സംശയ ദൃഷ്ടിയോടെ ഞാൻ എന്ത് ചെയ്ത് അനുസരിക്കാൻ തയ്യാറായി. അപ്പം ഞാൻ തീരുമാനിച്ച് ബൈബിൾ വായിക്കും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട്. എന്നിട്ട് എന്ത് ചെയ്ത്, ഇദ്ദേഹം പറഞ്ഞില്ല ഒരു പരീക്ഷണം നടത്തിക്കളയാം. ഇദ്ദേഹം പറഞ്ഞില്ല അസാധ്യമായത് എന്തും 3 മാസം കഴിയുമ്പോൾ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചേ
ഇന്ന് കേൾക്കട്ടൊരു പണി കൊടുക്കുക. ഞാനെന്ത് ചെയ്ത് അസാധ്യമായ 3 കാര്യങ്ങൾ വെച്ചങ്ങോട്ട് ഈ പരിപാടി ഞങ്ങൾ തുടങ്ങി. വചന വായന അരമണിക്കൂർ. അപ്പം ഞാനെന്ത് ചെയ്തു, എന്നിട്ട് എൻ്റെ പ്ലാൻ എന്താ അറിയോ, ഇദ്ദേഹം ഒരു ഡയലോഗ് കൂടി പറഞ്ഞു. അതാണ് എനിക്ക് ദേഷ്യം തോന്നിയത്. ഡയലോഗ് എന്താ അറിയോ, നിങ്ങൾ ഈ അരമണിക്കൂർ വായിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച അസാധ്യകാര്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, എന്നെ ഒന്ന് തല്ലിക്കോളാൻ. ശരിയല്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഈ മനുഷ്യനെ ഞാൻ തല്ലിയിരിക്കും. അപ്പോൾ ഞാനെന്ത് ചെയ്തത്, അങ്ങേരെ തല്ലാൻ വേണ്ടി ഞാൻ വായന തുടങ്ങി. എന്നിട്ട് കിട്ടൂല എന്നുള്ള ഉറപ്പിലാണ് വായിക്കണത്. ഒന്നും കിട്ടൂല, അത് കിട്ടൂല, അസാധ്യകാര്യം കിട്ടൂല. ഞാൻ മെത്രാനാകാനാണ് ചോദിച്ചത്, കിട്ടൂലല്ല. നിക്ക്, അത് വെറുതെ പറഞ്ഞാ അതൊന്നും ചോദിച്ചില്ല, കേക്ക്. അപ്പോൾ ഞാൻ അസാധ്യമായ 3 കാര്യം വെച്ചിട്ട് വചനം വായിക്കണേണ്ട. 3 മാസം കഴിയുമ്പോൾ ഇത് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എന്നിട്ട് തല്ലും. ഇതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ അത്ര അവിശ്വാസിയായിരുന്നു ഞാൻ, കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും പുള്ളിനെ തല്ലണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല. വായിക്കുമെന്ന് പറഞ്ഞാൽ വായിച്ചിരിക്കണം. അപ്പം ഞാൻ ചെയ്തത്, ഇനി വല്ലപ്പോഴും ഇത്തിരി കുറവ് വരണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അരമണിക്കൂർ, അതേ മനസാക്ഷിക്കടി ഉണ്ടാകരുതേ തെല്ലാൻ പോകാൻ നിർത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഡ്യൂട്ടി കൃത്യമായിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കി. അപ്പം എന്തെങ്കിലും ഇത്തിരി കുറവ് വന്നാലും പുള്ളിക്ക് ക്ലെയിം ഇല്ല, എനിക്കും ധൈര്യമായിട്ടതല്ല. അപ്പോൾ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാക്കി. വേറെ പണിയൊന്നുമില്ലല്ലോ, കോവിഡല്ലേ, കുത്തിയിരുന്ന് വായിക്കാമല്ല. അപ്പോൾ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാക്കിയിട്ട് ഒരു കാര്യം കൂടി ചെയ്ത്, ദിവ്യകാരുണ്യ സന്നിധിയിലാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് 1 മണിക്കൂർ വചനം വായിക്കുകയാണ്. എന്നിട്ട് നടന്നില്ല ഇങ്ങനെ ഇരിക്കുന്നില്ല. അപ്പം എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാല്ല, എടോ മനുഷ്യ, ഞാൻ മര്യാദക്ക് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയില്ല നമ്മൾ കൊടുക്കാനിടണം എന്ന് പറഞ്ഞിട്ട് വായിക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്താ സംഭവിച്ചതെന്ന് പറയട്ടെ, എൻ്റെ ജീവിതം അടിമുടി മാറ്റിക്കളഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴേ തല്ലണമെന്നുള്ള തീരുമാനം മാറ്റി, പോയിട്ടൊരു ഉമ്മ കൊടുക്കണമെന്നായിപ്പോയി. അത് ഞാൻ കൊടുത്ത്. എന്താ സംഭവം അറിയോ, ജീവിതം അടിമുടി മാറിപ്പോയി. ആ മനുഷ്യൻ, അതൊരു ടെക്നിക്കാണ്. നിങ്ങളോടൊക്കെ നേരെ ഇരുന്ന് വചനം വായിക്കുന്ന പറഞ്ഞാൽ വല്ലവനും വായിക്കുമോ? കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കും. അതൊരു ടെക്നിക്കായിരുന്നു. കാര്യം നടക്കാൻ വേണ്ടി ഒരു ഡയലോഗ്. പക്ഷേ എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും നിനക്ക് വേണ്ടി കർത്താവ് ഒരിക്കൽ വചനം വായിച്ചാൽ അത് ജീവനുള്ളത് കൊണ്ട് അത് നിന്നെ സ്പർശിക്കും. എന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പർശിച്ചു. ആന്ന് പിന്നെ എനിക്ക് വചനം വായിക്കുക എന്നുള്ളൊരു കൊതിയായി. കാരണം ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുമല്ല. അപ്പം എനിക്ക് കൂടെ എല്ലാ ദിവസവും പുതിയ വചന രഹസ്യങ്ങൾ എന്തൊരു കൊതിയായിരുന്നു അറിയാം. പിന്നെ 1 മണിക്കൂറല്ല അതിൽ കൂടുതലൊക്കെ വായിക്കും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കാര്യങ്ങൾ നടന്നുകൊടുന്നോ ഇല്ലെന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുസ്തകം മാറ്റം വരുത്തൂലേ? കാരണം എന്താണ്, ഇത് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ ടേൺ ആയത് അവിടെയാണ്. ഞാനത് പറഞ്ഞു, വചനത്തിൽ ഉണ്ട്. അമ്മ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നേ, അതാണ് ഈ മരിയൻ സമർപ്പണം. നമ്മളെക്കുറിച്ച് ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചേക്കുക. നമ്മൾ ഈ വിവരക്കേടുകൊണ്ട് അവിടെ ഇവിടെ കടന്ന് അതും ഇതൊക്കെ അന്വേഷിച്ച് തലയും കുത്തി വീണിട്ട് വരും. മനസ്സിലായി? അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതാണ്, ഈ മാതാവ് എല്ലാം ഗ്രഹിച്ചോളാം, ഹൃദയത്തിൽ ഗ്രഹിച്ചോളാം. ഞാൻ അതൊന്ന് പറഞ്ഞേക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം, ഈ ജോൺ പോൾ മാർപ്പാപ്പ അല്ലേ, അമ്മയുടെ ഉദരത്തിലിരുന്ന് വചനമായിരിക്കും. ഞാൻ ചോദിക്കണത്, ഈശോയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്കാ? ഉറപ്പല്ലേ? ജനിച്ചപ്പോൾ തൊട്ട് അനുഭവിക്കണേണ് അല്ലേ, വഹിക്കണേണ്, ചുമന്ന് നടന്നതാണ്. എല്ലാ കുരിശിൻ്റെ കീഴെ വരെ ആരുണ്ടായിരുന്നുണ്ട്? ജനിക്കണതിന് മുമ്പ് തൊട്ട്, ഈ വർത്താനം കിട്ടണമോട് ഗർഭം ധരിക്കണതിന് മുമ്പ് തൊട്ട് ഈ ഈശോനെ കുറിച്ച് സകല കാര്യം അറിയാവുന്ന ആരാണ്? ഈ അമ്മയുടെ കൈ കിടന്നല്ലേ കളിച്ചതും വളർന്നതും ഒക്കെ എല്ലാം അറിയുന്ന ആളല്ലേ. അപ്പം ഈ അമ്മയല്ലാതെ ആരാണ് നമ്മൾ ഈശോയെ കുറിച്ച് പഠിപ്പിക്കാൻ യോഗ്യതയുള്ളത്? അതുകൊണ്ടാണ് ജപമാലയുടെ പവർ. അത് നമ്മൾ ധ്യാനിച്ചർപ്പിക്കണമെന്നേ. കാരണം ഈ അമ്മയുടെ മടിയിൽ നിന്ന് ഈശോനെ അങ്ങോട്ട് ധ്യാനിക്കുക. ഇത്രയും നന്നായിട്ട് നമ്മൾ ഈശോനെ പഠിപ്പിച്ചു തരാൻ വേറെ ആർക്കും പറ്റൂല. ഇനി ഈശോനെ പോലും ശക്തിപ്പെടുത്തിയത് അമ്മയാ. ഉദാഹരണം പറയാം, നമ്മൾ ഈ കുർബാനയ്ക്ക് മുമ്പ് ജപമാലയില്ലേ? അതെനിക്ക് ഭയങ്കര അനുഭവം. ഞാൻ എല്ലാ പള്ളിയിലും കുർബാനയ്ക്ക് മുമ്പ് ദിവ്യാനുകളിൽ ചോദിച്ച് ജപമാലയാണ്. ഇന്നും അവിടെയും ഉണ്ട്, വള്ളുള്ളിലും തുടങ്ങി. കാരണം നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയ്ക്ക് നമ്മൾ ഒരുക്കുന്നതാരാ? അമ്മ മാതാവാ. കാരണം ഈശോനെ കുർബാനയ്ക്ക് ഒരുക്കിയതാരാ? അമ്മയാ. തമാശക്കുറനല്ലേ, കേട്ടോ. ഈശോയാണ്ട രക്ഷകൻ, ഒരു സംശയമില്ല. അമ്മക്ക് ഒരു സ്ഥാനവും വേണ്ട അവിടെ. അമ്മ ആഗ്രഹിക്കണ്ട സ്ഥാനം ഇല്ല, കേട്ടാ. അപ്പം അതാണ്. അപ്പോൾ ഈശോയാണല്ലോ കംപ്ലീറ്റ്. ഞാൻ ചോദിച്ചുതരാം, അമ്മ മാതാവാണ് ഈശോനെയും കുർബാനയ്ക്ക് ഒരുക്കിയത്. ഒരു സ്ഥലം പറഞ്ഞുതരാം. നിങ്ങൾ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ കണ്ടാ? ബോറടിച്ചാ? 1.25 പറഞ്ഞാണ് ഇപ്പോൾ നിർത്താം കേട്ടാ. നിങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ എനിക്ക് ഭയങ്കര സ്പർശം. കുറേ സീനുകൾ നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു സീൻ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച സീൻ എന്താണെന്നറിയോ? ഈശോ കുരിശിന് ചുമന്നുകൊണ്ട് കുരിശിൻ്റെ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ജനത്തിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ഉണ്ട്, പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത്, 3-ാം സ്ഥലത്ത് ഈശോ ഇങ്ങനെ കുരിശോടുകൂടി ഇങ്ങനെ വീഴണേ. ഓർക്കണ്ട, വീഴാൻ നേരത്ത് വീണില്ല, താഴേക്ക് വീണില്ല, വീഴണ ഇങ്ങനെ നിലത്ത് വീഴാൻ പോണു. കുരിശോടുകൂടി ഇങ്ങനെ വീഴാൻ പോണ നേരത്ത് അവർ കാണിക്കുന്ന സീൻ, ഈശോ ഇങ്ങനെ ജനക്കൂട്ട് ഇങ്ങനെ നോക്കണ നേരത്ത് ആരെ കാണിക്കും?
മാതാവിനെ കാണിക്കും അല്ലേ? മാതാവിൻ്റെ മുഖം ജനക്കൂട്ടത്തിനിടയിൽ കൂടി കാണിക്കണേ. അപ്പൊ ഈശോ അമ്മേനെ കണ്ട് അടുത്ത സെക്കൻഡിൽ എന്താ കാണിക്കുന്നത്? ചെറുപ്പത്തില് ഉണ്ണീശോ കളിച്ചോണ്ടിരിക്കുന്ന നേരത്ത് കല്ല് കെട്ടി, ഞാൻ വീഴട്ടെ, കല്ല് തട്ടി ഇങ്ങനെ വീഴണേ, ഭയങ്കര സീനാണത്. വീഴണ നേരത്ത് അമ്മ കലം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതെല്ലാം മനസ്സിൽ കിടക്കണേ, കലം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ വിരിച്ച് അവൻ കുരുത്തക്കെട്ടവൻ വീണിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാ എന്ത് ചെയ്ത് ഈ കൊലമൊക്കെ ഇട്ടിട്ട് അമ്മ ഒരു ഓട്ടം ഉണ്ട്. അതിങ്ങനെ വിരിഞ്ഞാണ് ഓടണം, വിരിഞ്ഞങ്ങോട്ട് ഓട്ടിങ്ങോട്ട് വന്നിട്ട് അവനെ തിങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങനെ എടുക്കണത്. ഇതിങ്ങനെ പൊക്കി അങ്ങനെ എടുക്കില്ലേ? ഇനിയാണ് ട്വിസ്റ്റ്. ഈ കൊച്ചിനെ ഇങ്ങനെ പൊക്കി അങ്ങനെ എടുക്കണേണ്ട അമ്മ. എടുക്കണ സെക്കൻഡിൽ, അടുത്ത സെക്കൻഡിൽ കാണിക്കണ സീനതാ. ഈ കുരിശുമായി ഇങ്ങനെ വീഴണ ഈശോ ഉണ്ടല്ല, ഞാൻ ചോദിക്കട്ടെ, വീഴണ എന്തുകൊണ്ടാ? തളർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്, തളർന്ന് അവശനായി. അതുകൊണ്ടല്ലേ അത്രയും അവശനായി വീഴുന്ന ഈ മകൻ അമ്മയുടെ മുഖം കണ്ട സെക്കൻഡിൽ ഈ സീൻ കാണിച്ചിട്ടും നേരെ കുതിച്ചെണീക്കണേ ആണല്ലേ? ആ കുരിശില് അവന് തളർച്ച ഉണ്ടായപ്പോ അവൻ വീഴേണ്ടടുത്ത് അവൻ വീഴാതെ അവനെ ബലപ്പെടുത്തിയത് അമ്മയല്ലേ? ഒരു എണീക്കലുണ്ട്, അതൊരു ഭയങ്കര സീനാണ്. നമ്മൾ ഈ ഒരു സംവിധായകന്റെ ഇതാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ, പക്ഷെ അതിൻ്റെ അകത്ത് അർത്ഥമില്ലേ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുർബാന കാൽവരിയിൽ തീരണവരെ എന്നാ ആലോചിച്ച് നോക്കിയേ. ഈ ഈശോയല്ലേ ഈ കുർബാന അർപ്പണം തുടങ്ങണതിന് സെക്കൻഡ് മുമ്പ് ഗസമനിൽ വെച്ച് പറ്റുമെങ്കിൽ മാറ്റിത്തരാൻ പറഞ്ഞ ആള്. ആ ആള് അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിരുന്നു. അത്രയും സഹിച്ചിട്ടുണ്ട്. ഈ സഹനത്തിന്റെ ഏതെങ്കിലും ഒരു വഴിയിലൊന്ന് നിർത്തിക്കളയായിരുന്നു ഇത്. പക്ഷെ ഈശോ ഇത് മുഴുവൻ പൂർത്തിയാക്കി. ആ സെക്കൻഡ് ഒരു ആരുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുർബാനയല്ലേ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ കുർബാനയ്ക്കും നമ്മളെയും ഒരുക്കുന്നത് ആരാ? അതാണ് ഈ മരിയൻ സമർപ്പണം എന്ന് പറയുന്നത്. കൊല്ലത്തിൽ 3 പ്രാവശ്യം വന്നിരിക്കലല്ല, 3 ദിവസം വന്നിരിക്കലല്ല. എന്നും കുർബാന അർപ്പിക്കുമ്പോഴും എന്നും ജീവിക്കുമ്പോഴും ഈ അമ്മയുടെ മടിയിൽ നമ്മുടെ ജീവിതം വെച്ചു കൊടുക്ക്. അമ്മ നമ്മളെ ഈ കുർബാനയ്ക്ക് നന്നായിട്ടൊരുക്കും. എനിക്കത് ഭയങ്കര അനുഭവമാണ്. ഞാനതുകൊണ്ട് എല്ലാ കുർബാനയ്ക്ക് മുമ്പും ജപമാല ചൊല്ലി ഒരുങ്ങി കയറും. രാവിലെ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും 1 മണിക്കൂർ ആരാധന മുമ്പിൽ ഇരുന്ന് ജപമാല ചൊല്ലും. അപ്പോൾ എല്ലാ പള്ളിയിലും ഞാനത് തുടങ്ങി. കാരണം ഖുർആനിൽ നിന്ന് ചോദിക്കും, എന്നിട്ട് പറയും ജപമാലയിൽ കരണക്കൊന്ത ആദ്യം ചെല്ലാൻ പറയും, ജപമാല എല്ലാം പറയും. 1 മണിക്കൂറാണല്ലോ, അപ്പം 15 മിനിറ്റ് കരണക്കൊന്ത. കാരണം ആദ്യം എല്ലാവരും കൊന്തൊക്കെ എത്തൂല, അപ്പം കുറച്ച് പേര് വരാൻ വൈകില്ല. അപ്പം എല്ലാവർക്കും മുഴുവൻ കൊന്ത കിട്ടിയിടോന്ന് പറഞ്ഞാൽ ആദ്യം കരണക്കൊന്ത എല്ലാം പറയും. എന്നിട്ട് രണ്ടാമത്തെ പാർട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ കുറേ അധികം പേരെങ്കിലും എത്തും. ഇനി കുറച്ച് പേർക്ക് അവസാനത്തെ രഹസ്യമെങ്കിലും കിട്ടും. ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വൈകുന്ന വിഷമിക്കേണ്ട, ഒരു രഹസ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ആ ഒരു രഹസ്യമെങ്കിലും ധ്യാനിച്ചിട്ട് ഈ കുർബാന അർപ്പിക്കുക. ഭയങ്കര അനുഭവമായിരിക്കും. എന്താ കാര്യം? ഈ കുർബാന അർപ്പിക്കാൻ നീ ഇന്ന കാണുന്നത് ഈ അർപ്പിക്കണ നേരത്ത് കണ്ടത് അമ്മയാ, അർപ്പിക്കണ നേരത്ത് കൂടെ ഉണ്ടായത് അമ്മയാ. അവക്കെ നമ്മളെ ഒരുക്കാൻ പറ്റൂ. ഈ ബലിയുടെ വില പറഞ്ഞു തരാൻ പറ്റൂ. ഈ ബലിയുടെ വിശുദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റൂ. ആ അമ്മയുടെ കരം പിടിച്ച് ഈ ബലി അർപ്പിക്കണം. അമ്മയുടെ കരം പിടിച്ച് നമ്മൾ അർപ്പിക്കേണ്ട ജീവിത ബലിയാണ് ഈ ക്രൈസ്തവ ജീവിതം. അതിന് നമ്മളെ ശക്തിപ്പെടുന്ന ആരാ? മാതാവ്. അപ്പോൾ മരിയൻ സമർപ്പണം എന്ന് പറഞ്ഞാൽ അമ്മയിലേക്ക് ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ശരിയല്ലേ? അപ്പോൾ അതാണ് പ്രിയപ്പെട്ട. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ, മൊബൈൽ ഫോൺ ആകട്ടെ, വാഷിംഗ് മെഷീൻ ആകട്ടെ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ചോദിക്കാതെ അതിൻ്റെ കൂടെ എന്തും കൂടി തരും? കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കൈപ്പുസ്തകം. അതിൻ്റെ അകത്ത് എന്താണ്? ഒന്നും വായിക്കാറില്ലല്ലോ, അതിലും ബുദ്ധിയുള്ളതുകൊണ്ട്. ആ ഈ മിഷൻ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കൃത്യം, എത്ര വോൾട്ട് കറണ്ട് കൊടുക്കണം, എത്ര ഇത് ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കാൻ. ആ സൃഷ്ടിച്ചവനെല്ലാം അറിയാൻ പറ്റുള്ളത്. ആ സൃഷ്ടിച്ചവൻ എഴുതി തന്നേക്കണ കാറ്റലോഗാണത്. നമ്മൾ നോക്കാറില്ല. അത് നോക്കാണ്ട് നമ്മൾ തോന്നിയ പോലെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മൊബൈലിൽ ചാർജ് ഇത്തിരി സ്ലോ ആണല്ലോ, എന്നാൽ 12 kV കമ്പി പോകണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും അവസ്ഥ? അതിന് ദൂരം വേണമെന്നുള്ളത് ഉണ്ടാക്കിയവൻ അറിയാൻ പാടില്ല. അത് നോക്കിയിട്ട് വേണം ചാർജ് ചെയ്യാൻ. ശരിയല്ലേ? അത്രയുള്ളൂ. ഇപ്പം മറ്റേ വേറൊരു കഥ ഡാനിയലച്ചൻ പറയുമല്ലോ, ഫ്രിഡ്ജ് ഡാനിയലച്ചൻ. എന്തൊരു ക്ലാരിറ്റിയാണ് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? അതായത് ഫ്രിഡ്ജ് 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് മേടിച്ച്, എന്നിട്ട് ഫ്രിഡ്ജ് എന്തിനുള്ള തണുപ്പിക്കാനുള്ളത്. അപ്പോൾ ഇയാൾ 2 ലക്ഷം രൂപ അടിപൊളി ഫ്രിഡ്ജ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോഴാണ് പിറ്റേ ദിവസം ഭയങ്കര ചൂട്, നമുക്ക് ഭയങ്കര ചൂടാണല്ലോ, ചൂടെടുത്തിട്ട് ഇയാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നിട്ട്, അത് തണുക്കുന്ന സാധനമല്ല, തണുപ്പിങ്ങോട്ട് ഇട്ടിട്ടെ എന്ന് ഓർത്തിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് അടിച്ചു പോയി. സ്വാഭാവികമല്ല. അപ്പോൾ ഇയാൾ കമ്പനി ചെയ്തേക്കണം, ഞാൻ ഇന്നലെ മേടിച്ച ഫ്രിഡ്ജ്, 2 ലക്ഷം രൂപ മേടിച്ച ഫ്രിഡ്ജ് ഇത് ഇന്ന് കംപ്ലൈൻ്റ് ആയിരിക്കുന്നു, നിങ്ങൾ എന്ത് കമ്പനിക്കാരാണ്, എനിക്കിത് തിരിച്ചു തരണം എന്നോട് ഭയങ്കര തർക്കം. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി, ഇത്രയും നല്ല ഫ്രിഡ്ജ് ഒരു ദിവസം കൊണ്ട് കംപ്ലൈൻറ്റ് ആകില്ല.
അവർ തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവള് സമ്മതിക്കില്ല. ഇല്ല, ഞാൻ ഇന്നലെ മേടിച്ചല്ലേ, ബില്ല് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ വന്ന് മേടിച്ചല്ലേ, കാശടച്ചല്ലേ, ബില്ല് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഇന്ന് ഒരു ദിവസം കഴിയപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കണം പറഞ്ഞു. ഇവരിങ്ങനെ പ്രശ്നം. അപ്പോൾ ചോദിച്ച് താങ്കൾ എന്താ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ത് ചെയ്യാനാണ്, ഇതെന്തിനുള്ളതാണ്, തണുക്കാനുള്ളതല്ലേ. എൻ്റെ മുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒടുക്കത്തെ ചൂടായിരുന്നു, അപ്പോൾ തണുക്കാൻ വേണ്ടി അത് തുറന്നിട്ട് അത് തണുക്കാനുള്ളതാണ്. പക്ഷെ അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് വേണം പോകാൻ. നമുക്ക് തോന്നിയ പോലെ പോയിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കൗൺസിലിങ്ങിന് നിങ്ങൾ പോകാറില്ലേ? കൗൺസിലിങ്ങിന് പോയിരിക്കുമ്പോൾ എന്ത് കിട്ടും? അതായത് നമ്മൾ മുമ്പിൽ പോയിരിക്കും. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ അടുത്തൊരാൾ കൗൺസിലിങ്ങിന് വന്നിരിക്കാൻ നേരത്ത് അയാളുടെ പഴയ കഥയൊക്കെ നമ്മൾ പറയൂല്ലേ പറഞ്ഞു തരുമല്ലോ. അത് ആര് പറഞ്ഞു തന്നെ? ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അത് പറ ഏത് പറയാൻ, എനിക്കൊരു പിടുത്തമില്ല. ഇവർ ആദ്യമായിട്ട് വന്നിരിക്കണേ. അപ്പം പറഞ്ഞു കഴിയുമ്പോൾ അവർ അച്ഛനെങ്കിൽ അങ്ങനെ അറിഞ്ഞ് വായ വിളിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? സത്യമല്ലത്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാനിതെവിടെ നിറഞ്ഞു കർത്താവ് കാണിച്ചു തന്നെയല്ലേ. എൻ്റെ അർത്ഥം എന്താ? അവരുടെ ജീവിതം മുഴുവനും ഒരാൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ഓരോ സെക്കൻഡ് ആര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ഞാൻ നിർത്തിക്കളഞ്ഞു. കാരണം ഒന്നാമത് സമയമില്ല. പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയ കാര്യം അറിയും, നമ്മൾ ഈ കൗൺസിലിംഗ് വന്നിരിക്കാൻ നേരത്ത് കർത്താവ് ഇവരുടെ ജീവിത സങ്കടങ്ങൾ കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓക്കെ. എൻ്റെ സങ്കടം എന്താണെന്നറിയോ? ഇപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കും. ചേച്ചി സൂപ്പറാണ് പോട്ടെ. ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് വന്നിരിക്കാൻ ആരും പറഞ്ഞിട്ട് ഞാനില്ല. ചേച്ചി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിരിക്കുക. അപ്പോൾ ചേച്ചിയുടെ 55 വർഷം മുമ്പുള്ള, 55 വയസ്സില്ലല്ലേ, അന്ന് 20 വർഷം മുമ്പുള്ളൊരു കഥ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഈശോ എനിക്ക് കാണിച്ചു തന്നെയാണ്. എന്നിട്ട് ആ ചേച്ചിക്കുള്ള പ്രശ്ന പരിഹാരം ഈശോ കാണിച്ചു തന്നെയാണ്. ശരിയാണല്ലോ. കാണിച്ചു തന്നിട്ട് ഞാനത് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഹാപ്പിയായ? ചേച്ചിയുടെ പ്രശ്നം മാറിയ? ആണല്ലോ. പക്ഷെ എൻ്റെ പ്രശ്നം എന്നറിയോ? ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്നറിയോ? ഈ ചേച്ചിയുടെ പ്രശ്നം എന്നോട് പറയാനാണ്, ചേച്ചിനോട് പറയാനാണ് ഈശോ കൂടുതൽ ഇഷ്ടം? പറ, മനസ്സിലായ? ഈ ചേച്ചിയുടെ പ്രശ്നം ഇപ്പം എന്നോടല്ല പറഞ്ഞത്, എന്നിട്ട് ഞാനല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കണത്, ഈ ചേച്ചിയുടെ പ്രശ്നം ചേച്ചീനോട് പറയാനാണ് ഈശോയ്ക്ക് ഇഷ്ടം, എന്നോട് പറഞ്ഞിട്ട് എന്നിലൂടെ ഈശോ ചേച്ചിനോട് പറയാനാണ് ഇഷ്ടം? പറ. ചേച്ചിനോട് നേരിട്ട് പറയാനല്ല ഇഷ്ടം. എന്നിട്ട് പിന്നെ എന്തിനാ എന്നോട് പറഞ്ഞത്? ഈ ചേച്ചി കുത്തിരിക്കാത്തോണ്ടല്ലേ, ചേച്ചി കേൾക്കാത്തോണ്ടല്ലേ? മംഗളവാർത്ത കിട്ടിയപ്പോൾ അസ്വസ്ഥയ അമ്മ ആ വഴിക്ക് പോയച്ചെങ്കിൽ, മംഗളവാർത്ത കിട്ടിയപ്പോൾ അസ്വസ്ഥയ അമ്മ അവിടെ തന്നെ ഇരുന്നിട്ട് കേൾക്കാൻ തയ്യാറായതുകൊണ്ട് ആ ദൈവീയ രഹസ്യം വെളിപ്പെട്ട് അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി. എൻ്റെ വിഷമം എന്നറിയോ? എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കൗൺസിലിംഗ് വരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരം കർത്താവ് ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കും. ശരിയാണ്. ഈ റെഡിയാക്കി വെക്കുന്ന സംഭവം അവരോട് പറയാനാണ് കർത്താവ് കൊതിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളെന്താ ചെയ്യണത്? നേരമില്ലല്ല, വേറെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കാനുള്ള. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാ ഗതികേടും ആയി കഴിയുമ്പോഴേക്കും വരും. അപ്പം ഞാൻ പറയും, അപ്പം ഞാൻ ആ പരിപാടി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞതെന്നറിയോ? നമ്മളോട് ഓരോരുത്തരോടും ഈശോ സംസാരിക്കില്ലേ? സത്യമല്ലേ? അത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടാണ്. അതാണ് സത്യം. നമ്മളോട് ഓരോരുത്തരും പറയും. പിന്നെ എന്തിനാണ് ഈ കൗൺസിലിംഗ് പോണ? തെറ്റല്ല, നമ്മളിത് ഇരിക്കാത്തതുകൊണ്ട് പോകേണ്ടി വരുന്നതാ. പക്ഷെ സത്യത്തിൽ നമ്മളോട് കർത്താവ് സംസാരിക്കൂലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. മാഞ്ഞാലി, കുറേയല്ല ഉദാഹരണം. മാഞ്ഞാലിൽ ഇരിക്കുമ്പോഴേ ഞാൻ ഓരോ സെക്കൻഡിലും ഈശോ സംസാരിക്കും. ശരിയല്ലേ? നമ്മൾ എന്താ കേൾക്കാത്തെന്ന് അറിയാം. ഇപ്പം ലുലു മാളിൻ്റെ അവിടെ തിരക്ക്, ഭയങ്കര സിഗ്നലും ബഹളമൊക്കെയാണല്ലോ, ഹോണടിയും ബഹളവും. ആ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾക്കത് ശരിക്കും കേൾക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ചാർജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ബഹളം കാരണം. ഷിപ്പ് ഇവിടെ സ്വസ്ഥമാണ്, സൈലൻസാണ്. അപ്പോൾ നീ കൃത്യമായിട്ട് കേൾക്കാമല്ല. അപ്പോൾ കർത്താവ് ഓരോ സെക്കൻഡിലും നീ നടക്കണ വഴിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നീ കേൾക്കാത്തത് കർത്താവിൻ്റെ കുറ്റമല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ധ്യാനകേന്ദ്രങ്ങളിലെ എല്ലാ ധ്യാനകേന്ദ്രത്തിലുള്ള ആദ്യത്തെ റൂൾ എന്താ? അവിടെ ചെല്ലുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കണമല്ല, സൈലൻസ്. കാര്യം എന്താ? അവിടെ അച്ഛൻ വചനമൊക്കെ പറയും. പക്ഷേ അതിനേക്കാളേറെ അച്ഛനിൽ നിന്ന് കേൾക്കുന്നേക്കാളും ദൈവം നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാനാണ് നീ അവിടെ പോയിരിക്കേണ്ടത്. ദൈവം നമ്മോട് സംസാരിക്കും. ശരിയാണല്ലേ? അതിനാണ് സൈലൻസ്. അപ്പം നമ്മുടെ പ്രശ്നം വരുമ്പോൾ നാട്ടോട്ട് ഓടുന്ന നേരത്ത് കർത്താവിൻ്റെ അടുത്തിരിക്കും. അതല്ല അമ്മയെക്കുറിച്ച് പറഞ്ഞത്, മർത്തയെക്കുറിച്ച് പറഞ്ഞത്. മർത്ത, നീ പലവിധ കാര്യങ്ങൾ വ്യഗ്രചിത്തിയാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവൾ ഈശോൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ വചനം കേട്ടു. അപ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. വേറെ ഒന്നുമല്ല. പലവിധ ബഹളത്തിലാണെങ്കിൽ കേൾക്കൂല. അപ്പോൾ പള്ളി പെരുന്നാൾ എന്തൊക്കെ അംഗമാണ്, മ്യൂസിക്കും പരിപാടിയും ഒക്കച്ചപ്പാടും ബഹളവും വല്ലതും കേൾക്കുമോ? അപ്പോൾ കർത്താവ് സംസാരിക്കും അല്ലേ? ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞാലിപ്പള്ളിയിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് കുർബാനയുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഞാൻ സ്കൂട്ടറാണല്ലോ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കും.
ഹെൽമെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഈ തൊട്ടടുത്ത് കുറച്ചങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ അതിന് ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഉള്ളുവഴി കൂടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ വൈകിട്ടത്തെ ഖുർആനിക്ക് പോകുമ്പോൾ മാത്രം ഹെൽമെറ്റ് ഉപയോഗിക്കില്ല. ചുമ്മാ അവിടെ വെച്ചിട്ട് വണ്ടി ഓടിച്ചു പോകും. എന്നെ ആവശ്യമില്ല, പോലീസുകാരും ഇല്ല, ആരുമില്ല, അപകടമൊന്നും ഉണ്ടാകാനില്ല. അതാണ് എൻ്റെ ഒരു ശീലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വൈകിട്ട് ഈ വണ്ടി കയറിയിട്ട് സബ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണേ. അപ്പോൾ പതിവ് പോലെ ഞാൻ എന്ത് ചെയ്ത് ഹെൽമെറ്റ് എടുത്ത് മാറ്റിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങണ നേരത്തെ എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞേ, ഈശോ സംസാരിക്കില്ലേ, കൊച്ചു കാര്യം പോലും സംസാരിക്കും. എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞേ ഈശോ പറഞ്ഞേ ഹെൽമെറ്റ് വെക്ക് പോലീസ് എന്ന്. അപ്പം ഞാനെന്ത് പറഞ്ഞു, നമുക്ക് പറ്റുന്ന പറ്റാണെങ്കിൽ പറഞ്ഞ. അപ്പം ഞാൻ പറയും, പിന്നെ പോലീസ് ഇത്ര നാൾ പോയിട്ട് പറ്റില്ല പിന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇതല്ലേ നമുക്ക് സംഭവിക്കണത്. കർത്താവ് കൃത്യമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും. ഇതിനാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നമുക്കാണ് ബുദ്ധി ദൈവത്തിനാണ് ബുദ്ധി? ദൈവത്തിനാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അനുസരിക്കണ്ടാന്നുള്ളതാണ്. എനിക്ക് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് വെച്ചില്ല. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോയി, അനുസരണം കേട്ടവൻ. വണ്ടി എടുത്തിട്ട് പോയി ഇതേ ജംഗ്ഷനിലെത്തിയപ്പോൾ നിൽക്കണ് പോലീസ് വണ്ടി, ഒരു വണ്ടി പോലീസ്. എന്നിട്ട് പോലീസുകാരെ ഞാൻ ഉടുപ്പ് ഇട്ടണ്ടേ, അച്ഛനൊക്കെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, നാണം കേട്ട് ഉരുകി. ആ മനുഷ്യനാണെങ്കിൽ എന്നപ്പോൾ ഞാൻ ഒരു മാനം കാക്കാൻ വേണ്ടി പറയാം, എന്നാൽ ഫൈൻ അടക്ക് സാറേ, അതും മേടിച്ചില്ല ആ മനുഷ്യൻ, മൊത്തത്തിൽ നാണം കെട്ട്. ഷേ, എന്നിട്ട് ആ ഖുർആനിൽ പോയി ഞാൻ ഇത് കഥ പറയും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു, അനുഭവിച്ച കാര്യം പറയാം. ഇതുപോലെ നിരന്തരം ഓരോ സെക്കൻഡിലും നിന്നെ സൃഷ്ടിച്ച കർത്താവ് സംസാരിക്കുന്നുണ്ട്. അത് നീ കേട്ടിട്ട് നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കല്ലേ, നിന്നേക്കാൾ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ബുദ്ധിക്ക് വിട്ടുകൊടുക്ക്. അതല്ലേ സമർപ്പണം. അപ്പോൾ അത് അനുഗ്രഹം. നാണക്കേട് ഉണ്ടാവുമായിരുന്ന പല നാണക്കേട് സംഭവിച്ചതല്ലേ. നമ്മൾ കർത്താവ് നിരന്തരം നമ്മോട് വ്യക്തിപരമായി സംസാരിച്ചിട്ട് ഇതൊന്നും കേൾക്കാതെ ആ നാട്ടുകാരൻ പറഞ്ഞത് ആ പറഞ്ഞത് ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് സകലതും തവിട് പൊടിയാവും അല്ലേ, തകർന്ന് തരിപ്പണവും. എന്നിട്ട് അവസാനം കൗൺസിലർ എന്തെങ്കിലും പറഞ്ഞതാ, ദൈവം എന്താ പറയണതെന്ന്. ദൈവം ആദ്യം നിന്നോട് പറയൂല്ലേ പോരടിച്ചാ നിർത്തട്ടെ ഒരനുഭവം കൂടി പറയട്ടെ. ഇത് ഭയങ്കര രഹസ്യം. ഇത് ഞാൻ പലയിടത്തും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കർത്താവ് എന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മളോട് നിരന്തരം കർത്താവ് സംസാരിക്കാൻ കൊതിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, എല്ലാ ഇടവപ്പള്ളിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ഇടവപ്പള്ളിയിലാ സക്രാരി ആണല്ലോ. സക്രാരി അല്ലേ? സക്രാരിയിൽ എന്താണ് ഇത്ര പ്രാധാന്യം? ഈശോ ഉണ്ട്, അപ്പത്തിൽ ഈശോ ഉണ്ട്, അതല്ലേ പ്രാധാന്യം. അല്ലാണ്ട് സക്രാരിയുടെ തിളക്കോണ ഗോൾഡൻ പെയിന്റ് അടിച്ചേണ്ടാ അല്ലല്ല. സക്രാരിയിൽ ഈശോ ഉണ്ടെന്നുള്ളതാണ് പ്രധാനം അല്ലേ. ആ ഈശോ മരിച്ച ഈശോയാണ്. പറ, ജീവനുള്ള ഈശോ അല്ലേ? ആ ജീവനുള്ള ഈശോ സക്രാരിയിൽ നമ്മൾ പൂട്ടി വെച്ചേക്കാൻ ഈശോ എന്താ ചെയ്യണത്? എൻ്റെ ചോദ്യം അതാണ്. അവിടെ എന്ത് ചെയ്യണ? ഉറങ്ങണ? യെസ്, ശരിയല്ലേ? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. നമുക്ക് ഈശോ എന്നെ നോക്കിയിരിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ ഇവിടെ കുരിശുവരെയൊക്കെ ഭംഗിയാവുമോ? അല്ലെങ്കിൽ ആരെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കുട്ടിയല്ലേ നമ്മൾ പോണത്. നമുക്ക് ഈ അവബോധം ഇല്ലാത്തതുകൊണ്ടാ. ഈശോ ഉണ്ടെന്ന് ഇവിടെ, ഈശോ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ഉണ്ട്, നീ കാണുന്നത് മാത്രമേ ഉള്ളൂ. അച്ഛനില്ല, അപ്പം പിന്നെ എങ്ങനെയും കാണിച്ചിട്ട് പോവാ. ഈശോ ഉണ്ട്, അപ്പം നീ ഭംഗിയായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഈശോ ഇവിടെ ഉണ്ട് കേട്ടാ. ഈശോ എന്താ ചെയ്യണത്? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പോയി, അപ്പോഴും ഈശോ എന്ത് ചെയ്യും? നമ്മളില്ലല്ലോ ഇവിടെ, നമ്മളിടുന്നു കൂടെ വരും എന്നുള്ളതല്ല. അതിനാണ് അപ്പമായി വന്നിട്ട് അകത്ത് വന്നിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അത് വിട്. അത് ഈശോ കൂടെ വന്നുണ്ട്. എമ്മാവൂസിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാരുടെ കൂടെ വന്ന്, അത് സത്യം നിങ്ങൾ പറഞ്ഞു. അത് വിട്. വെറുതെ സിമ്പിളായിട്ട് സക്രാലിരിക്കുന്ന ഈശോന്റെ പണി എന്താന്ന് എൻ്റെ ചോദ്യം. ഈ കൂടെ വന്നെ ഈശോ ഉണ്ട്, അത് ഭയങ്കരമാണ്. ഞാനത് വേറൊരു ദിവസം പറയാട്ടാ. എൻ്റെ ദൈവമേ, ഈ കൂടെ നടന്നിട്ട് ഇവന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ പൊട്ടന്മാർക്ക് മനസ്സിലായാ ഇല്ല. അതുപോലെ നമ്മൾ ഈ പൊട്ടത്തരം കാണിക്കണ്ട്. കൂടെ ഒരു കർത്താവ് നിന്നിട്ടേ, എടാ അതെടുക്കല്ലേ, പണി കിട്ടും എന്ന് പറയും. അകത്ത് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് കേൾക്കണില്ല. കർത്താവിനുണ്ടാകണ വിഷമേ, എന്നിട്ട് കുരുത്തക്കേട് മുഴുവൻ കാണിക്കും. മനസ്സിലായേ? അത് വിട്. അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള സാധനം. അത് പോട്ടെ, സിമ്പിളായിട്ട് ചിന്തിച്ചേ. സക്കരാലിൽ ഈശ്വരിപ്പുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോയാലും ഈശോ എന്ത് ചെയ്യണേ? ഉറങ്ങണേയല്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ശരിയാണോ? ഒന്ന് ആലോചിക്കേ. എന്നിട്ട് നീ എങ്ങോട്ട് പോയി? നീ കർത്താവിനെ ഉപേക്ഷിച്ചു പോയി, നീ കർത്താവിനെതിരെ ചെയ്ത്, നീ പാപം ചെയ്ത്, നീ തിയേറ്ററിൽ പോയി, നീ സിനിമക്ക് പോയി, നീ വെള്ളമോടിച്ച് എന്തു വന്നാലും കർത്താവ് കണ്ണടച്ചളയോ? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ പോണ വഴിക്കൊക്കെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതാണ് എനിക്കറിയേണ്ടത്. ഓടിയൊന്നും വരുന്നില്ല. കർത്താവ് എന്ത് ചെയ്യും? കൂടെ ഒരാളുണ്ടല്ല. ആ ഒരു ഭാഗം ഞാൻ വിട്ടിട്ട് സക്കരായിരിക്കുന്ന ഈശോനെ കുറിച്ച് മാത്രം പറയാനാണ്. അത് നിങ്ങൾ പറയാനൊക്കെ ശരിയാ, പക്ഷെ അത് വിട്. സിമ്പിളായിട്ട് സക്കരായിരിക്കുന്ന ഈശോന്റെ കാര്യം പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഈശോ എന്താ ചെയ്യണമെന്നറിയോ? അവൻ പോയി നശിച്ചിട്ട് വരട്ടെന്ന് ഓർത്തിട്ടാണോ? കാത്തിരിക്കുമോ? എന്ത് ചെയ്യും?
പരിശുദ്ധ അമ്മയൊന്നുമല്ല, നീ കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് അറിയുന്നതിന് തൊട്ട് മുമ്പ് നേരത്തെ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ കർത്താവ് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ പ്രശ്നത്തിലുള്ള പരിഹാരം റെഡിയായിട്ട് നിന്നോട് പറയാൻ കൊതിച്ച് കാത്തിരിക്കും. ശരിയാണല്ലേ? ഭയങ്കര സംഭവമാണ്, ഭയങ്കര സാധനമാണ് ഇത്. സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യണമെന്ന് അറിയോ, നമുക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പേ അത് വരുമെന്ന് കർത്താവിന് അറിയാല്ല. അതിനുള്ള കൃത്യം പരിഹാരം ഒരുക്കിയിട്ട് ഇതിങ്ങനെ കാത്തു നിൽക്കും. നീ ഒന്ന് വന്ന് കേൾക്കടാ, നീ ഒന്ന് സ്വീകരിക്കടാന്ന്. നമ്മളിങ്ങോട്ട് വരുമോ? ഇതാണ് പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ ഈശോ നമ്മോട് ഉത്തരം പറയാൻ, പരിഹാരം പറയാൻ കാത്തിരിക്കണേ. ആ കർത്താവിൻ്റെ അടുത്തൊന്നൊന്ന് ഇരിക്കി, എന്നിട്ട് അവനൊന്ന് കേൾക്ക് ക്ലിയറായിട്ട്. എൻ്റെ അനുഭവം പറഞ്ഞുതരാം. എത്ര ധ്യാനം വൈകി പോയാലും അതിരാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് ആരാധനയ്ക്ക് ഇരിക്കും 1 മണിക്കൂർ. അത് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും. കാര്യം എന്നറിയോ, അന്നത്തേക്ക് വേണ്ട എല്ലാ കാര്യവും ആ സമയത്ത് എനിക്ക് കർത്താവ് കാണിച്ചു തരും. സത്യമാണ്. അതെനിക്ക് മാത്രമുള്ള ഗുണമാണ്, നിങ്ങൾക്കും കിട്ടും. ആരാധന രാവിലെ ഒന്ന് പോയി ഇരിക്കുന്നേ, കുർബാനയ്ക്ക് മുമ്പ് ഒന്ന് ആരാധന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഇരിക്കി. എന്നിട്ട് കുർബാനയില്ലേ, ഞാൻ എൻ്റെ ടൈം ടേബിൾ അതാണ്. വെളുപ്പിന് 1 മണിക്കൂർ മിനിമം ആരാധന. മദർ തെരേസ, ഫുൾട്ടൻ ജിഷ്യൻ, എല്ലാ വിശുദ്ധരെടുത്ത് നോക്ക്. വെളുപ്പിനെ ആരാധന, അത് കഴിഞ്ഞിട്ട് കുർബാന. കർത്താവ് അന്നത്തെ കാര്യം വെളിപ്പെടുത്തി തരും. ഒരനുഭവം പറയട്ടെ, ബോറടിച്ചാ? ഇത് ഭയങ്കര ടച്ച് ചെയ്ത് അമ്മച്ചിമാർക്ക് പറ്റിയ സാധനമാണ് ഞാൻ പറയണം കേട്ടോ. ഞാനിത് പല സ്ഥലത്തൊക്കെ പറയൂ കേട്ടോ, കാരണം അത്രയും ആളുകൾ ഇത് കേൾക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഇത് ഞങ്ങൾ കേട്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഞാൻ പിടിച്ച് അച്ഛൻ പറഞ്ഞാന്ന് പറയുന്നത്. കാരണം ഇത് എല്ലായിടത്തും പറയണം കേട്ടോട്ടാ. അതായത് ഞാൻ മാഞ്ഞാലിപ്പള്ളിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാ കാര്യവും കർത്താവ് കാണിച്ചു തരും, അന്ന് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴല്ല, ഒരു ദിവസം ഞാനിങ്ങനെ ആരാധനയ്ക്ക് രാവിലെ കുർബാനയ്ക്ക് മുമ്പ് ഇരിക്കുമ്പോൾ ഈശോ എന്നോട് ചോദിച്ചേ, ഈശോ സംസാരിക്കില്ലേ? പൊട്ടണമെന്നല്ല, സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. നമുക്ക് കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് രാവിലെ എന്ന് പറഞ്ഞാൽ അധികം ആരുമില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, എടാ പള്ളിയിൽ കുർബാനയ്ക്ക് ഏറ്റവും കൂടുതൽ ആര് വരുന്നത് ഏത് വിഭാഗക്കാരാണ്? അമ്മമാരാണ്, അപ്പച്ചന്മാരാണ്? എല്ലാ പള്ളിയിലും ആരാണ്? അമ്മമാരല്ലേ? മോനെ സമയമില്ലേ? മാട്ടി സമയമില്ലേ? കുഴപ്പമില്ലെന്ന് നിർത്താൻ പറഞ്ഞ കുഴപ്പമില്ല, നിർത്തിക്കൊന്നു. എന്നാ അവിടെ അപ്പോൾ കേക്ക് ഇത് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. കേക്ക് കേട്ടോ കേട്ടോ, അമ്മമാർക്കാണ്. അതായത് അപ്പോൾ എന്നോട് ചോദിച്ചേ, എടാ പള്ളിയിൽ കുർബാനയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? അമ്മമാരാണ്, അപ്പച്ചന്മാരാണ്? അപ്പം ഞാൻ പറഞ്ഞ് അമ്മച്ചിമാരാണ് എന്ന് പറഞ്ഞു. സത്യമല്ലേ? എല്ലാ പള്ളിയിലും. അപ്പോൾ പറഞ്ഞേ, നീ ഒന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. അതായത് അമ്മച്ചിമാർക്ക് ഈ രാവിലെ ഈ കുർബാനയ്ക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമാണ്. എന്നോട് ചോദിച്ചാണ് ഈശോ. അപ്പം ഞാൻ പറഞ്ഞു, അവനിത് എത്ര പാട്. എന്നിട്ട് ഞാൻ ഇല്ലില്ല, അത്ര എളുപ്പമല്ല. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ, കെട്ടിയാൻ്റെ കാര്യം, മക്കളുടെ കാര്യം, നിങ്ങളെ കെണിപ്പിച്ച് ഒന്ന് സെറ്റാക്കി വന്നിട്ട് ഇനി കുർബാന കഴിഞ്ഞ് ചെന്നിട്ട് വേണം നിങ്ങളൊന്ന് സെറ്റാക്കി വിടാൻ. അത്ര എളുപ്പമല്ല. ഇനി ഒരു സിമ്പിളായിട്ട് ചോദിക്കാം. ഞാനപ്പോൾ ചിന്തിച്ചതെന്നറിയോ, ഈ നിങ്ങൾ കാലത്ത് കുർബാനയ്ക്ക് പോയില്ലെന്ന് വിചാരിക്കും. ഞാൻ ആത്മീയ തലത്തിലല്ല ചോദിക്കുന്നത് കേട്ടോ, നിങ്ങൾ ആത്മീയതലത്തിൽ ഉത്തരം പറയരുത് കേട്ടോ. വിചാരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകൂല്ലേ, കാരണം അത്രയും സമയം. കാരണം പള്ളിയിൽ വേണമെങ്കിൽ റെഡിയായി വരണം, ഡ്രസ്സ് വാങ്ങണം, അതിൻ്റെ ഇടയിൽ കൂടി ധൃതി പിടിക്കണം, തിരിച്ചു വരണം, അല്ലേ? അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പണികളൊക്കെ ഇത്തിരി കൂടി എളുപ്പമാക്കാം. എളുപ്പമാകാൻ സാധ്യതയുണ്ട് ഈ കുർബാന മുടക്കിയാൽ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് കുർബാന മുടക്കാതെ കുർബാനയ്ക്ക് വന്നത്? എനിക്കൊരു ഭയങ്കര അനുഭിഷേകം വരുന്നത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, എന്തായിരിക്കും? അതെന്നെ അങ്ങോട്ട് പിടിച്ചു വലച്ചുകളഞ്ഞു നീ. അപ്പം ഈശോ ഇങ്ങനെയാണ്, ഇവിടെ അവർക്ക് ഇത്തിരി കൂടി എളുപ്പം ഇത് കുർബാന മുടക്കിയ 1/2 മണിക്കൂറിന് കിട്ടിയാൽ കുറച്ചും കൂടി ഈസിയാണ് അവർക്ക്. ഡ്രസ്സ് മാറണ്ട, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കിയിട്ട് വിടാം. എന്നിട്ടും എന്തിനാ ഇതുങ്ങൾ ഈ വണ്ടികൾ വരുന്നത്? കർത്താവ് ഒരു സാധനം പറഞ്ഞു. എൻ്റെ പിടിവിട്ടുപോയി. ഈശോ പറഞ്ഞെന്നറിയോ, എടാ അവർ വരണതല്ല, അവരെ ഞാൻ വരുത്തുന്നതാ. തകർന്നുപോയി ഞാൻ. കേട്ടോ, ഞാനിത് എല്ലായിടത്തും പറയൂട്ടോ, നിങ്ങൾ ഇത് കേൾക്കും. പക്ഷെ ഇത് എല്ലാവർക്കും നിങ്ങൾക്കൊരു ഹൃദയത്തിൽ ജ്വലനം ഉണ്ടായില്ലേ? ഇത് ഈശോ പറഞ്ഞ കാര്യമാണ്. ഭയങ്കര സാധനമാണ്. അമ്മമാരറിയണത്, അവർ വരുന്നതല്ല, അവരെ ഞാൻ വരുത്തുന്നതാ. എൻ്റെ പിതാവിനത് ആകർഷിക്കപ്പെടാതെ ഒരുവൻ എൻ്റെ അടുക്ക് വരില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു സാധനം എന്നറിയോ, എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി വരെ, നിങ്ങൾ പറ, നിങ്ങൾക്ക് ആ കുർബാന ഇല്ലെങ്കിൽ അന്നത്തെ യുവതം ശരിയാവോ? ഇല്ല. ഈശോ അന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഈശോ പറഞ്ഞേ, എടാ മോനെ, അമ്മമാരെന്ന് പറഞ്ഞാൽ അപ്പച്ചന്മാരെ പോലെയല്ല, ഒന്നും വിചാരിക്കരുത് കേട്ടാ, നിങ്ങൾ ടോപ്പാണ്, എന്നാലും ഇവരൊന്നും. എന്താ സംഭവം അറിയോ, അമ്മമാരെന്ന് പറഞ്ഞാൽ അപ്പച്ചന്മാരെ പോലെ അല്ല, നിങ്ങൾ മൾട്ടി ടാസ്ക്കാണ്. ഒരു സമയത്ത് എന്തെല്ലാം പരിപാടി ചെയ്യും, കുശുമ്പും പറയുന്നതിൻ്റെ ഇടയിൽ കൂടി. എങ്ങനെ സാധിക്കണമെന്നാവോ? ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണം.
നിങ്ങളല്ലേ ക്യാഷർ വീട്ടിലെ പൈസ മാനേജ് ചെയ്യണം നിങ്ങളല്ലേ. കാശ് ഉണ്ടാക്കി കൊണ്ടുവരും, നിങ്ങളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. ലോണ് അത് അടക്കാൻ ഇതടക്കാൻ കുടുംബശ്രീ അടക്കൽ പരിപാടി, എൻ്റെ ഇടയിൽ കൂടി കുടുംബ യൂണിറ്റിൽ പോണ്, അതിൽ പോണ്, പള്ളിയിലെ കാര്യം, വായന പരിപാടി, വീട്ടിലെ കാര്യം, കൊച്ചിൻ്റെ കാര്യം, മരുന്നെടുത്ത് കൊടുക്കൽ, അമ്മയുടെ കാര്യം. ആലോചിച്ചോക്ക്, ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂലട്ടാ. ശരിയല്ലേ? അപ്പം ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ, ഒരു അമ്മയെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അവരുടെ തലയിൽ കിടക്കണത്. അതങ്ങനെ മടുപ്പ് കൂടാതെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൃപ വേണം അവർക്ക്. ഈ കൃപ അവർക്ക് രാവിലെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ല, അവരന്ന് തകരും. സത്യമാണ്, മൊത്തം കുഴയും. എനിക്കതൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. ശരിയല്ലേ? അതായത് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറിപ്പോവും. അതുപോലത്തെ തിരക്കുകൾ. അതിൻ്റെ ഇടയിൽ കൂടി കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കി വെച്ചേക്കാണ്, അവൻ ഉപ്പില്ലല്ലടാ. ഇത് നിങ്ങൾ കേൾക്കണം. ശരിയല്ലേ? അതെടുത്തു വെച്ചില്ലല്ലോ, തോർത്തവിടെ. ഇതൊക്കെ കേൾക്കണം ഇല്ലേ? നിങ്ങൾ ആടി ഉലഞ്ഞു പോകാം, ശരിയാണ്, നിരാശപ്പെട്ടു പോകാം. എന്നിട്ട് എന്തേ നിരാശപ്പെടാത്തേ? കർത്താവ് പറഞ്ഞ ഈ കുർബാനക്ക് വന്നോണ്ടാണ്, ആ കൃപയുടെ നിറവില് അവരനുഭവിക്കണോണ്ടാ അവര് ശക്തിപ്പെട്ട് നിൽക്കണത്. ശരിയാണ്. ഈശോ പറഞ്ഞാരുവാ, നിങ്ങൾക്കൊന്നും ക്രെഡിറ്റ് ഇല്ലെന്ന്. അവര് വന്നതല്ല, അവരെ ഞാൻ എന്തോ ഒരു കെയറാണ് ഈശോയ്ക്ക് നമ്മളോട്, എന്തോ ഒരു ശ്രദ്ധയാ. നമ്മ ചിന്തിച്ചിട്ടുണ്ട ഇത്. ഈശോ അതാണ് ഞാൻ പറഞ്ഞത്, സക്രാലിരിക്കണവൻ ഉറങ്ങണയല്ല, ഉണർന്നിരിക്കണ നിന്നെ ശക്തിപ്പെടുത്താൻ. ഈശോ എന്തിനാ അപ്പമായത്? ബലഹീനരായ നമ്മളെ ബലമുള്ളവരാക്കാനാ ബലവാനായ കർത്താവ് അപ്പമായി ഒപ്പം കൂടിയത്. എന്നിട്ട് ഈ അടുത്ത ക്ലൈമാക്സ് കേട്ടോ, എനിക്ക് ഭയങ്കര അഭിഷേകം വരുന്നത്. ഇത് ഭയങ്കര സംഭവമല്ലേ? എൻ്റെ ദൈവം, അന്ന് കുർബാനക്ക് അമ്മച്ചിമാർക്ക് അങ്ങോട്ട് പ്രാർത്ഥിച്ച്, എന്നും പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുർബാന തുടങ്ങിട്ടാ ആരാധനകൾ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അവിടെ മാഞ്ഞാലി എന്ന് പറയുന്ന ചെറിയ പള്ളിയാണ്, അവിടെയുള്ള എല്ലാവരും എനിക്കറിയാം, കൊച്ചു ഇടവകയല്ലേ, എല്ലാവരും അറിയാം. പുതിയതായിട്ട് ആരും വരാനില്ല. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എല്ലാ പരിചിത മുഖമുണ്ട്. അന്ന് ഒരു യുവതി എന്ന് പറഞ്ഞാൽ 10-30 വയസ്സ് ഉണ്ടാവുമായിരിക്കും. അവള് കുർബാന, അവളെന്നെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ. അപ്പോൾ അവളവിടെ ഉണ്ട്. അപ്പോൾ അവൾ കുർബാന കൂടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഞാൻ കുർബാന ഇല്ലി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എനിക്ക് പരിചയമില്ല. ഓക്കെ, ഇവള് കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞേ, അപ്പോൾ അവൾ എന്നെ പരിചയപ്പെടുത്തി, അച്ഛാ ഞാൻ ഈ ഇടവക്കാരത്തിയാണ്, പക്ഷെ എന്നെ കെട്ടിച്ചു വിട്ടതാണ്, അതാണ് ഞാൻ കാണാത്ത. കെട്ടിച്ചു വിട്ടിട്ട് ഇന്നലെ വന്നേക്കേൻ. എന്താ വന്നത് മോളെ? ഞാൻ കെട്ടിയാനായിട്ട് തല പിടിച്ച് വന്നേക്കേൻ. കേട്ടോ, ഭയങ്കര സീനാണ് ഈ പറയാൻ. അപ്പോൾ എന്തു വെച്ചിടെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ കെട്ടിച്ചു വിട്ടാണ്, ഞാനിപ്പോൾ വീട്ടിലൊന്ന് നിൽക്കുകയാണ്, വഴക്കിട്ട് വന്നേക്കാണ്. എടി നിനക്ക് എന്താ പറ്റും, എന്താ കാര്യം എന്തെന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ ആ സങ്കടം പറയാൻ വേണ്ടി ഇവൾ വന്നേക്കാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി. എന്താ പറഞ്ഞതെന്നറിയോ? ഇവൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ ഒരു അമ്മായിമ്മ ഉണ്ട്. ഈ അമ്മായിമ്മ എന്നെ ഒരു സഹായം ചെയ്യൂല, വീട്ടു പണി മുഴുവൻ ഞാൻ ചെയ്യണം. എന്നിട്ട് ഈ കെട്ടിയാനെന്ന് അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. എന്നിട്ട് ഞാൻ ഒറ്റക്ക് കിടന്ന് ഈ പണി മുഴുവൻ എടുക്കണമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റൂലെന്ന്. ഈ പ്രഭാതത്തിൽ ഈ കർത്താവിന് മുമ്പിൽ ഞാനിരിക്കുമ്പോൾ ആർക്കു വേണ്ടിയാ അമ്മമാരെ കുറിച്ച് എന്നോട് ഈശോ സംസാരിച്ചത്? പറ. അവക്ക് വേണ്ടിയല്ലേ? എന്റെ മുമ്പിൽ അന്ന് വരാനിരിക്കുന്ന ഒരു മകളുടെ കണ്ണീരും കൂടി മുൻകൂട്ടി കണ്ടിട്ട് അവക്ക് വേണ്ടി ഒരു പണിക്കാരനായി എന്നെ ഒരുക്കി കാത്തുവെച്ച ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട് സക്രാരിയിൽ. അവൻ നിന്റെ പ്രശ്നത്തിന് മുമ്പേ പ്രശ്നപരിഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതെനിക്ക് വെളിപ്പെടുത്താൻ നിൽക്കണേ. അല്ലാണ്ട് അന്നത്തെ ദിവസം അമ്മയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടാ? ഒന്ന് ആലോചിച്ചു. എനിക്ക് അവിടെയാണ് എൻ്റെ പിടിവിട്ട് പോയത്. എന്നിട്ട് എനിക്കപ്പം കത്തി. ഇവള് വന്നപ്പോ ഇത് പറയണേണ്, അമ്മായിമ്മ അത് പറയണേ എനിക്ക് വീട്ടിലെ പണി എടുക്കാൻ പറ്റുള്ളത്. അവർക്ക് എങ്ങനെ പണി എടുക്കാൻ പറ്റും? പള്ളി പോണ്ടേ, കുർബാനക്ക് പോയല്ലേ? അതല്ല എന്നോട് പറഞ്ഞു തന്ന കർത്താവ്. ഇവക്കുള്ള പരിഹാരം എനിക്ക് ഓൾറെഡി പറഞ്ഞു തന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ നീ പള്ളി പോകാറുണ്ടാ? അത് ഞായറാഴ്ച വൈകിട്ടത്തെ കുർബാനക്ക് പോകുന്നു. നമ്മൾ അടിക്കണ്ടേ ചോരന് വൈകിട്ടത്തെ കുർബാനക്ക്? മനസ്സിലായ? അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മോളെ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, ഒറ്റ കാര്യം പറയാം. ഇന്ന് എനിക്ക് രാവിലെ ഉണ്ടായ അനുഭവം ഇതങ്ങോട്ട് പറഞ്ഞിട്ടാ, അമ്മമാരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചേ, ഈ അനുഭവം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അവളോട് ചോദിച്ചേ. അപ്പോൾ സംഭവിച്ചെന്നറിയോ? അവിടെ കണ്ണ് കുടുകുടാന്ന് നിറഞ്ഞിട്ട് തലയുസ്ത തല്ലുകൊള്ളതിൻ്റെ കണ്ണീരല്ല, എൻ്റെ മുമ്പിൽ അവൾ മുട്ടുകുത്തി. എന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് അവളൊരു വാക്ക് പറഞ്ഞു, ഈശോയെ. ഞാൻ അപ്പം ആരായി? ഈശോയെ, അങ്ങ് യോജിപ്പിച്ച എൻ്റെ കുടുംബം അങ്ങ് നോക്കൂ എന്നുള്ള തിരിച്ചറിവില്ലായിരുന്നു. എന്നോട് മാപ്പ്, ക്ഷമ ചോദിച്ചിട്ട് അവൾ എണീറ്റി. അവക്കടെ പ്രശ്നം ആ സെക്കൻഡ് തീർന്നു. അന്ന് രാവിലെ
അപ്പനും അമ്മയും കൂടി വീട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സന്തോഷ സഹകുടുംബം ജീവിക്കണം. മനസ്സിലായ? ആ കുടുംബത്തിൻ്റെ പ്രശ്നം ഞാൻ അറിയണതിന് മുമ്പേ അവക്കടെ കർത്താവ്, അവളെ യോജിപ്പിച്ച കുടുംബം സ്ഥാപിച്ച കർത്താവ് കണ്ടിട്ടുണ്ടല്ല. ആ പ്രഭാതത്തിൽ അവൾ വന്നതിന് മുമ്പേ അവക്കുള്ള പറയാനുള്ള മറുപടി പരിഹാരം ഈ അടിമയ്ക്ക് ഏൽപ്പിച്ചു തന്നു. ഞങ്ങൾ ആരാണ് അപ്പം? നിങ്ങളുടെ ഈ കർത്താവിൻ്റെ അടിമകളാ. അവക്ക് വേണ്ടി എന്നെ പണിയെടുപ്പിച്ചില്ല രാവിലെ. എനിക്കതിൽ അഭിമാനമില്ലേ? ഞാൻ ആലോചിച്ച് നോക്കിയേ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അവക്കടെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ട് അവളോട് പറയുന്നതിനേക്കാളും ഈശോയ്ക്കിഷ്ടം അവളോട് പറയണതല്ലേ? അമ്മ മാതാവിന് സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ജീവിതം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ രീതികളും നമ്മളെക്കാളേറെ പെർഫെക്റ്റായിട്ട് അറിയാവുന്ന ഒരാൾ അമ്മ മാതാവാണ്. അമ്മ മാതാവ് നമ്മുടെ ഈ പൊട്ടത്തരത്തിൽ നിന്ന് കൃത്യമായിട്ട് നമ്മളെ നയിച്ചോളും. അതുകൊണ്ട് മരിയൻ സമർപ്പണം കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ക്ഷേമത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതായി അമ്മ മാറ്റിക്കഴിയുമ്പോൾ, ആ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ആ ദൈവം നമ്മിലൂടെ മഹത്വപ്പെടും. അമ്മയിൽ സംഭവിച്ചത്, അമ്മ മാതാവ് ഈശോയുടെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ അമ്മയിലൂടെ ആര് മഹത്വപ്പെടുന്നു? ഇത്രയും പോരെ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? വള്ളുവള്ളിയിലാണ് നവനാൾ തുടങ്ങിയേക്കാണ്. തിരുനാൾ ദിനങ്ങളാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് ശുശ്രൂഷകളുണ്ട് എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച സൗദി അറേബ്യയിൽ 5 ദിവസത്തേക്ക് ധ്യാനത്തിന് വിളിച്ച്. വള്ളുവള്ളി ചെന്നിട്ടുണ്ടാവില്ല, ഇപ്പോൾ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ശുശ്രൂഷകൾ ഒരുപാടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പാവപ്പെട്ടവനും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചേ.